സോ ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എടുത്ത് ഫിനിഷ് ചെയ്തിട്ട് ട്രേറ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ട്രേറ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതുവരെയുള്ള പേഴ്സണാലിറ്റി തിയറിസ്റ്റുകളെല്ലാം എങ്ങനെയാണ് സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്, ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോരുന്നതെങ്കിൽ, ഇപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തരാനായിരുന്നു നമ്മുടെ ട്രേറ്റ് പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാർ ശ്രമിച്ചിരുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ടുപേരുടെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗോർഡൻ ആൽപോർട്ടും റെയ്മണ്ട് കെറ്റൽ എന്ന് പറയുന്ന രണ്ട് ട്രേറ്റ് തിയറിസ്റ്റുകളുടെ തിയറിയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഒരു ഉദാഹരണം നോക്കിയിരുന്നു. അതായത് ഒരു ഇൻട്രോവേർട്ടും ഒരു എക്സ്ട്രോവേർട്ടും ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആ റൂമിലേക്ക് കുറച്ച് വ്യക്തികൾ കടന്നു വരികയാണെങ്കിൽ എക്സ്ട്രോവേർട്ട് പെരുമാറുന്ന രീതിയും ഇൻട്രോവേർട്ട് പെരുമാറുന്ന രീതിയും വ്യത്യസ്തം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ സ്റ്റിമുലസ് ആണ് അവിടെ വരുന്നത്, പക്ഷെ രണ്ട് രീതിയിലുള്ള റെസ്പോൺസ് ആണ് അവിടെ രണ്ട് വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു കാരണം എന്താന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ട്രേറ്റ് തിയറിസ്റ്റുകൾ പറയുന്നത് അവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ, ട്രേറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ പിന്നെ അതിനുശേഷം നമ്മൾ ഗോർഡൻ ആൽപോർട്ടിന്റെ തിയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൽപോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫൗണ്ടിങ് ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോർഡൻ ആൽപോർട്ട്. കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഈ ഡെഫിനിഷനും പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. പേഴ്സണാലിറ്റിയുടെ ഏത് ക്ലാസ്സിലും എവിടെ നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഗോർഡൻ ആൽപോർട്ടിന്റെ ഈ ഡെഫിനിഷൻ. കാരണം അതിലെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം. ഈ കീവേഡ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ് ഓൾറെഡി. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഈ ആൽപോർട്ടിന്റെ ഒക്കെ അഭിപ്രായത്തിൽ ജനിക്കുമ്പോൾ കിട്ടുന്ന സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് അതിന്റെ പൊട്ടൻഷ്യലിൽ വ്യതിയാനം വരാം. ഇപ്പൊ ഒരു വ്യക്തിയുടെ ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക ചിന്താശക്തി, അത് ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ആ കുട്ടിയുടെ എക്സ്ട്രോവേഷൻ ഇൻട്രോവേഷൻ എന്ന് പറയുന്ന ട്രീറ്റ് ഇതേപോലെ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ആ ഒരു കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടിരിക്കുന്ന പേഴ്സണാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. സൈക്കോ ഫിസിക്കൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സും ശരീരവും രണ്ട് ആസ്പെക്റ്റും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെന്റൽ മാത്രമല്ല ഫിസിക്കൽ മാത്രമല്ല, രണ്ടും കൂടി ഇന്ററാക്ട് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോ ഫിസിക്കൽ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഈ പേഴ്സണാലിറ്റി കൊണ്ടുള്ള ഗുണം? അത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റ രീതിയും ചിന്താ രീതിയും സ്വാധീനിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ആൽപോർട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ജനറലി പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ്. ഇനി ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചൊരു പോയിന്റ്, ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല എന്ത് പേഴ്സണാലിറ്റി എന്നുള്ളത്. ജനിക്കുമ്പോൾ ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആ കുട്ടിക്ക് ഹെറിഡിറ്ററി വഴി കിട്ടും. അതായത് കൈമാറിയിട്ട് അച്ഛൻ്റെന്നോ അമ്മയുടെന്നോ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ ആ കുട്ടിക്ക് കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതെന്താണ് എന്നാ പറയുന്നത്? അതൊരു റോ മെറ്റീരിയൽ പോലെയാണ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോട്ടന്റെ തുണി, അത് ഒരു തുണിയായിട്ട് മാറുന്നത് ആ ഫീൽഡിൽ പോയിട്ട് കോട്ടൺ പറിച്ചെടുത്തിട്ട് അതിനൊരു ഫാക്ടറിയിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമാണ്, അല്ലെ? അപ്പൊ അതേപോലെ റോ മെറ്റീരിയൽ ആയിട്ടാണ് പേഴ്സണാലിറ്റി വരുന്നത്. ആ പേഴ്സണാലിറ്റി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അത് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്നാണ് ആൽപോർട്ട് പറയുന്നത്. അപ്പൊ ഇതൊരു പൂർണ്ണമായിട്ടും നമ്മുടെ ജനറ്റിക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തിയറി അല്ല. നേരെ മറിച്ച് പൂർണ്ണമായിട്ട് എൻവയോൺമെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തിയറി അല്ല. ഇന്ററാക്ഷനിസം എന്ന് പറയും സാധാരണ ഫിലോസഫിയിലൊക്കെ. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേറൊരു കാര്യവുമായിട്ട് ഇടപഴകുന്നതിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതേപോലെ ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പെടുത്താവുന്ന ഒരു തിയറിയാണ് ഈ ട്രേറ്റ് തിയറി. ഈ ജന്മനാ കിട്ടുന്ന കുറച്ച് സ്വഭാവ ഗുണങ്ങൾ വളർന്നു വലുതാവുമ്പോൾ സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ആൽപോർട്ടിന്റെ തിയറിയിലൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഫിസിക്, നിങ്ങളുടെ ശരീരമാണെങ്കിലും ഇന്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധി വൈഭവമാണെങ്കിലും ടെമ്പറമെന്റ്, നിങ്ങളുടെ ദേഷ്യം, മൂഡ്, സങ്കടം, അതേപോലെ ആങ്സൈറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് ജനിക്കുമ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് അളവ്, ഇപ്പൊ നല്ല ഹൈറ്റ് അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ജനിക്കുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ബുദ്ധിയും
മറ്റുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും ജനിക്കുമ്പോൾ. പക്ഷെ വളർന്നു വരുന്ന സാഹചര്യമാണ് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇന്റലിജൻസ് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ നിങ്ങളൊരു നല്ല സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു ജീനിയസ് ഒക്കെ ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇൻട്രോവേർട്ട് എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്ട്രോവേർട്ട് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറാൻ സാധ്യത എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന നിങ്ങളുടെ കുറച്ച് ഗുണങ്ങളെയാണ് ആൽപോർട്ട് ട്രേറ്റ് എന്നുള്ള പേര് കൊണ്ട് വിളിച്ചത്. സോ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സാധാരണ ആളുകൾ ഇപ്പൊ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള വാക്കുകളൊക്കെ വളരെ കോമൺ ആയിട്ട് പബ്ലിക്കിൽ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരിലേക്കും ആ വാക്കുകളൊക്കെ എത്തി. പണ്ടത്തെ പോലെ സൈക്കോളജി അക്കാഡമിക് പ്രൊഫഷണൽസിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വാക്കല്ല ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഒക്കെ. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ജനറലി സാധാരണ ആളുകൾ ഈ ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെ എക്സ്ട്രീമുകളായിട്ട് തരംതിരിച്ചിട്ടാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തി ഇൻട്രോവേർട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി എക്സ്ട്രോവേർട്ട് മാത്രമാണ്. ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടിലാണ് സാധാരണ ആൾക്കാർ, ഈ സൈക്കോളജി ഒന്നും അറിയാത്ത ആൾക്കാർ അതിനെ ഉപയോഗിക്കുക. പക്ഷെ ഈ ആൽപോർട്ട് 1940-കളിൽ തന്നെ ഈ തിയറി ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ, ട്രേറ്റ്സ് ആർ മെഷേർഡ് ഓൺ എ കണ്ടിന്യൂം. കണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രത്തിലാണ് ഈ ട്രേറ്റ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ട്രേറ്റ്സ് ആർ മെഷേർഡ് ഓൺ എ കണ്ടിന്യൂം. ഒരു സ്പെക്ട്രത്തിലാണ് ട്രേറ്റ്സ് മെഷർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ഇൻട്രോവേർട്സിന്റെ ചെറിയ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്റെ പേഴ്സണാലിറ്റിയിൽ അപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഒരു 100% എക്സ്ട്രോവേർട്ട് ആയിരിക്കില്ല. എനിക്ക് എന്റേതായിട്ടുള്ള പ്രൈവസിയും പേഴ്സണൽ സ്പേസും ഇടയ്ക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് ആയ എന്റെ ഉള്ളിൽ ഉണ്ടാകാം. കാരണം എന്താണ്, എന്റെ പേഴ്സണാലിറ്റി 100% എക്സ്ട്രോവേർട്ട് അല്ല, അതൊരു സ്കെയിൽ പോലെയാണ്. അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഇൻട്രോവേർട്ടുകൾക്കും ഇതേപോലെ തന്നെയാണ്. ഒരാളെ നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താ പറയാ, സോഷ്യൽ റിലേഷൻഷിപ്സ് വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. അയാൾക്ക് ഭൂരിഭാഗം സമയം അയാളുടെ ഒരു ലോകത്ത് അയാളുടെ ഹോബീസും വർക്കുകളൊക്കെ ആയിട്ട് ചെലവഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അയാൾക്കുള്ള കുറച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള എക്സ്ട്രോവേർട്ടിന്റെ ചിന്താഗതിയും അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഏത് പേഴ്സണാലിറ്റി ട്രേറ്റ് എടുത്താലും ഒരു എക്സ്ട്രീമിലാണ് കടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഒരു കണ്ടിന്യൂത്തിലാണ്, ഒരു സ്പെക്ട്രത്തിലാണ് കടക്കുന്നത്. എല്ലാ ആൾക്കാരും എല്ലാ ട്രേറ്റിന്റെ ഒരു മിക്സ് ആണ്. പക്ഷെ ചിലത് ഡോമിനേറ്റ് ചെയ്തിട്ട് പേഴ്സണാലിറ്റിയിൽ അധികം സമയം കാണിക്കും എന്നുള്ളൊരു പോയിന്റും കൂടി ഇവിടെ ഓർത്ത് വെക്കുക. അതാണ് ട്രേറ്റ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആൽപോർട്ടിന്റെ തിയറിയിൽ. ഇനി ഈ തിയറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, പഠിക്കാനും അതേപോലെ മനസ്സിലാക്കാനും. കുറച്ച് വാക്കുകൾ, ടേംസ് മാത്രം ഓർത്ത് വെച്ചാൽ എളുപ്പം തീരാവുന്ന പണിയാണ്. ഈ ട്രേറ്റ്സ് എങ്ങനെയാണ് ആൽപോർട്ട് ഉണ്ടാക്കിയെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലെക്സിക്കൽ അനാലിസിസ്, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിയാൻ പറയുന്നതാണ്. ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വഴിയാണ്. ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു ഡിക്ഷണറി തുറന്നു വെക്കും, എന്നിട്ട് ആ ഡിക്ഷണറിയിൽ പേഴ്സണാലിറ്റീനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് പോകും. അപ്പൊ ഫ്രണ്ട്ലി, ഔട്ട് ഗോയിങ്, എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, പിന്നെന്തൊക്കെയാ, ഷൈനസ്, ആങ്സൈറ്റി, ഇതെല്ലാം ആ ഡിക്ഷണറിയിൽ ഉണ്ടാവുമല്ലോ. ഈ ഓരോ വാക്കുകളും നോട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ലെക്സിക്കൽ അനാലിസിസ്. അപ്പൊ ആൽപോർട്ട് ഇതേപോലെ ലാംഗ്വേജിൽ പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ് എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിയിലുള്ള ട്രേറ്റ്സിലേക്ക് എത്തിയത്. സോ ഇനീഷ്യലി ആൽപോർട്ട് ഇങ്ങനെ ലെക്സിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ ഡിക്ഷണറിയിൽ നിന്ന് ഓൾമോസ്റ്റ് 18,000-ലധികം വാക്കുകൾ പേഴ്സണാലിറ്റീനെ സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എന്നാണ് പറയുന്നത്. 18,000 വേർഡ്സ്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് 18,000 വാക്കുകളിൽ ആ വ്യക്തി എവിടെ വരുമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. അപ്പൊ അതിനെ വീണ്ടും ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അവസാനം ആൽപോർട്ടിന്റെ റിസർച്ചിൽ ഒരു 4,000 ട്രേറ്റുകൾ വരെ ആൽപോർട്ട് ഐഡന്റിഫൈ ചെയ്തു. 18,000 വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4,000 ഒരു ചെറിയ നമ്പറാണ് അപ്പോഴും. പക്ഷെ ഈ 4,000 എന്ന് പറയുന്ന നമ്പറും പ്രാക്ടിക്കാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. പ്രാക്ടിക്കലായിട്ട് ഒരു വ്യക്തിയിലേക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ 4,000 നമ്പർ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു
ഫാക്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ റിസർച്ചിലൂടെ എത്തിപ്പെട്ടത് അങ്ങനെ ഒരു 4000 ട്രേറ്റ്സ് വരെയാണ്. അതിൽ നിന്നും കുറഞ്ഞു 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 വന്നിട്ടുണ്ട് ഈ ട്രേറ്റുകൾ. ഇപ്പോഴത്തെ മോഡേൺ തിയറീസ് ഒക്കെ പ്രകാരം 5 ട്രേറ്റ്സ് 6 ട്രേറ്റ്സ് ഒക്കെ വെച്ചിട്ട് 5 or 6 ട്രേറ്റുകളൊക്കെ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിയത് ഓരോ തിയറിസ്റ്റുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ടാണ്. സോ ഏതൊക്കെ ട്രേറ്റ്സ് ആണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ട് ആൽപോർട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്. അതായത് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, അതേപോലെ ഓരോ ട്രേറ്റും ഈ 4000 വാക്കുകൾ എടുത്ത് ആൽപോർട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ട്രേറ്റുകളെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാം എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ കാറ്റഗറീസ് ഏതാണെന്നാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രേറ്റ് ആൻഡ് കോമൺ ട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻഡിവിജ്വൽ ട്രേറ്റും കോമൺ ട്രേറ്റും. ഇൻഡിവിജ്വൽ ട്രേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ആർ യൂണീക് ടു എ പേഴ്സൺ ആൻഡ് ഡിഫൈൻ ഹിസ് ഓർ ഹെർ ക്യാരക്ടർ. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രേറ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഇൻഡിവിജ്വൽ ട്രേറ്റ്സിൽ വരും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്ട്രോവേഷനോ ഇൻട്രോവേഷനോ അല്ലെങ്കിൽ അഗ്രഷനോ ഷൈനസോ ആങ്സൈറ്റിയോ പിന്നെന്താ ഡോമിനൻസോ അങ്ങനത്തെ എല്ലാം, എനർജറ്റിക്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളും ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, കോമൺ ട്രേറ്റ്സ് എന്താണ്? കോമൺ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ട്രേറ്റ്സ് ആർ ഷെയർഡ് ബൈ എ നമ്പർ ഓഫ് പീപ്പിൾ സച്ച് എസ് ദ മെമ്പേഴ്സ് ഓഫ് എ കൾച്ചർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ കുറെ കോമൺ ആയിട്ട് നമ്മൾ ഒരു കൊട്ടേഷൻ പറയാറുണ്ട്, അതിഥി ദേവോ ഭവ. അതായത് ഗസ്റ്റുകളെ എല്ലാം ദേവന്മാരെ അല്ലെങ്കിൽ ഗോഡിനെ പോലെ കാണണം. സോ അത് ഏത് പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റാലിറ്റി. ഒരു സ്ട്രേഞ്ചർ വന്നാലും നമ്മൾ ഹോസ്പിറ്റാലിറ്റി കാണിക്കണം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണല്ലോ അത്. സോ ഐഡിയലി ആ ശ്ലോകം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്, കോമൺ ആയിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിരിക്കും എന്ത്? ഈ എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിരിക്കും ഈ അതിഥി ദേവോഭവ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൾച്ചറിൽ കുറെ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ലെങ്കിൽ കുറെ ആളുകളിൽ കണ്ടുവരുന്ന പേഴ്സണാലിറ്റി ട്രേറ്റിനെ വിളിച്ച പേരാണ് കോമൺ ട്രേറ്റ്സ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഹോണർ, HONOUR, ജാപ്പനീസ് കൾച്ചറിൽ ഓണർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ എന്താ പറയാ, അഭിമാനം, പ്രൗഡി എന്നൊക്കെ പറയും. ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അവരത് എന്തായാലും കീപ്പ് ചെയ്യും. ഈ സാമുറൈസിന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്താൽ അത് ഒരു ജീവൻ കൊടുത്തിട്ടാണെങ്കിലും കീപ്പ് ചെയ്യും. അത് അവരുടെ ഈ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ അവർക്ക് ആ ഒരു കൾച്ചറിൽ വളരുന്ന ആ ഒരു കഥകളും ആ ഒരു സംസ്കാരമൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ആളുകളിലെല്ലാം ഈ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം അവരുടെ ആ ഒരു കൾച്ചറിൽ കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ചില കൊറിയൻ സിറ്റീസിലൊക്കെ വർക്ക് കൾച്ചർ ഭയങ്കര ടോക്സിക് ആണ്. അതായത് ഭയങ്കര ഡിസിപ്ലിൻഡ് വർക്ക് ആയിരിക്കും. ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ചില കോർപ്പറേഷൻസിലൊക്കെ കാണാൻ പറ്റും. സോ അവരുടെ ആ ഒരു കൾച്ചർ അങ്ങനെയായിട്ട് മാറി. ആ കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം ഉള്ള ഒരു കോമൺ ട്രേറ്റ് ആണ് ഈ ഡിസിപ്ലിനും അല്ലെങ്കിൽ ഡ്യൂട്ടി ബൗണ്ടഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഓരോ വ്യക്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് കുറച്ച് ട്രേറ്റ്സ് എങ്ങനെ ഉണ്ടാവുന്നോ അതേപോലെ തന്നെ ഒരു കൾച്ചറിലും സാധാരണയായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഷെയർ ആയിട്ട് ഒരു ട്രേറ്റ് കാണാറുണ്ട്. അത്തരത്തിലുള്ള ട്രേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് കോമൺ ട്രേറ്റ്സ്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ. വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ട്രേറ്റ്, ഒരു കൾച്ചറിനാണെങ്കിൽ കോമൺ ട്രേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി ഈ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിനെ തന്നെ മറ്റൊരു പേരിൽ ഗോർഡൻ ആൽപോർട്ട് വിളിച്ചിട്ടുണ്ട്. അതാണ് പേഴ്സണൽ ഡിസ്പോസിഷൻസ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്കുകളിൽ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്നുള്ള വാക്കായിരുന്നു. പിന്നീടുള്ള വർക്കുകളിൽ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്നുള്ള വാക്കുകൾ കുറെ തിയറിസ്റ്റുകൾ, ആൽപോർട്ട് അല്ലാത്ത കുറെ തിയറിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നുള്ള വാക്കിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അർത്ഥം സെയിം തന്നെയാണ്, പക്ഷേ പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് അദ്ദേഹം ഇതിനെ വിളിക്കാൻ തുടങ്ങി എന്നുള്ളതും കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിക്കുള്ള ട്രേറ്റ്സും ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് കാണുന്ന ട്രേറ്റ്സും. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞ് 3ആയി തരംതിരിച്ചതാണ്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 2ആയി തരംതിരിച്ചതുപോലെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇവിടെ, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി.
ഈ കാർഡിനൽ ട്രേറ്റിന്റെ പ്രത്യേകത നമുക്ക് ഈ സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാർഡിനൽ ട്രേറ്റ് മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ സെൻട്രൽ ട്രേറ്റ് എന്ന് തുടങ്ങാം. ഈ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ട്രേറ്റിന്റെ എന്താ പറയുക എക്സാക്ട് അർത്ഥം തന്നെയാണ് വരുന്നത്. ഇൻഫാക്ട് ഇൻഡിവിജ്വൽ ട്രേറ്റ് ഇല്ലേ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ ഡിസ്പൊസിഷൻസിനെയാണ് അദ്ദേഹം മൂന്നായിട്ട് വീണ്ടും തരംതിരിച്ചത്. ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കണേ. ആദ്യം ഇൻഡിവിജ്വൽ ആൻഡ് കോമൺ ട്രേറ്റ്സ് ആയിട്ട് തരംതിരിച്ചു. അതിനുശേഷം ഈ ഇൻഡിവിജ്വൽ ട്രേറ്റ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ട്രേറ്റിനെ മൂന്നായിട്ട് തരംതിരിച്ചു: കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. അതിൽ ഫസ്റ്റത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ട്രേറ്റ് ആണ്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സാധാരണയായിട്ട് മറ്റേ വ്യക്തികളുടെ മുന്നിൽ കാണിക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെയാണ് സെൻട്രൽ ട്രേറ്റ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ യുങ്ങിന്റെ തിയറിയിൽ പഠിച്ച പെർസോണയായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ദ ഹാൻഡ്ഫുൾ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ട്രേറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് എ പേഴ്സൺസ് ബിഹേവിയർ. ഇപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് 6th ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ 6 ക്ലാസ്സിൽ ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ചിട്ട് എന്റെ ഒപ്പം നിങ്ങൾ ഇന്ററാക്ട് ചെയ്തതിൽ വെച്ചിട്ട് കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മേ ബി ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു വ്യക്തിനെ കണ്ടിട്ടും കുറച്ചു കാലം നിരീക്ഷിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അയാൾ പ്രകടിപ്പിക്കുന്ന ട്രേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ട്രേറ്റ്സിനെയാണ് ഈ സെൻട്രൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഒരു റൂമില് കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറച്ചു നേരം നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് എക്സ്ട്രോവേർട്ട്, ആരൊക്കെയാണ് ഇൻട്രോവേർട്ട് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡോമിനന്റ് ട്രേറ്റ് കാണിക്കുന്നത്, ആരൊക്കെയാണ് സബ്മിസീവ് ട്രേറ്റ് കാണിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആരൊക്കെയാണ് ഷൈ ആയി മാറി നിൽക്കുന്നത്, ആരൊക്കെയാണ് എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനത്തെ ആൾക്കാർ എക്സിബിറ്റ് ചെയ്യുന്ന ട്രേറ്റ്സിനെയാണ് അദ്ദേഹം സെൻട്രൽ ട്രേറ്റ്സ് എന്ന് വിളിച്ചത്. കാളിങ്ങിന്റെ പെർസോണയായിട്ട് സിമിലാരിറ്റി ഉള്ള കൺസെപ്റ്റ് തന്നെയാണ് സെൻട്രൽ ട്രേറ്റ്സിൽ വരുന്നത്. സോ സെക്കൻഡറി ട്രേറ്റ്സ് എന്താ? സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ മാത്രം അറിയുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ 6 ക്ലാസ് വെച്ചിട്ട് എന്റെ സെൻട്രൽ ട്രേറ്റ്സ് നിങ്ങൾ കുറച്ച് ഗസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ടോക്കേറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ എന്റെ സെൻട്രൽ ട്രേറ്റ്സ് നിങ്ങൾ കുറെ ഗസ് ചെയ്തെടുത്തു. പക്ഷെ എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനോ മാത്രം അറിയുന്ന കുറച്ച് സെക്കൻഡറി ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. അത് ഇൻകോൺസ്പിക്വസ് ആണ്. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സാധനമാണ്. ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ ഒന്നും അത് പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇൻകൺസിസ്റ്റന്റ് ആണ്. ഞാൻ എപ്പോഴും അത് പുറത്തേക്ക് എടുക്കാറില്ല. ആവശ്യം വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. അത്തരത്തിലുള്ള വളരെ അടുത്ത സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ മാത്രം അറിയാവുന്ന ട്രേറ്റുകളെ വിളിച്ച പേരാണ് സെക്കൻഡറി ട്രേറ്റ്. ഉദാഹരണത്തിന് ഇപ്പോ എനിക്ക് റോക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കാം. ഓക്കെ, റോക്ക് മ്യൂസിക്. എനിക്ക് റോക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു റൂമിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് റോക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു കയറിയിട്ടാണോ ചെല്ലുക? അല്ല. റൂമിൽ കയറി ചെല്ലുമ്പോൾ എന്റെ സെൻട്രൽ ട്രേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ എന്നോട് ഇടപഴകി കുറെ എന്റെ നല്ലൊരു അടുത്ത സുഹൃത്തായി മാറിയാൽ മാത്രമേ ചിലപ്പോൾ എന്റെ മ്യൂസിക് ടേസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ മ്യൂസിക് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ എന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു സെക്കൻഡറി ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ സ്കൂളിലോ കോളേജിലോ വർക്ക് പ്ലേസിലോ ഒന്നും കാണിക്കാത്ത ചില കുസൃതികളും വികൃതികളൊക്കെ ചിലപ്പോൾ വീട്ടിൽ കാണിച്ചു വന്നിരിക്കാം അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയണ്ടായിരിക്കും നിങ്ങളെ കുറിച്ച്. നിങ്ങൾ ചിലപ്പോ ഭയങ്കര മടിയന്മാരാണെന്നോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടുമെന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അതും നിങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു ട്രേറ്റ് അല്ല. ഇൻകൺസിസ്റ്റന്റ് ആണ്, ഇൻകൺസ്പിക്വസ് ആണ്, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ട്രേറ്റ് ആണ്. അത്തരത്തിലുള്ള ട്രേറ്റുകളെയാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതും കാൾ യുങ്ങിന്റെ ഏത് കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം? ഷാഡോസ് ആയിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ ഷാഡോസിനെ ഒരു അനിമലിസ്റ്റിക് നേച്ചർ വെച്ചിട്ടാണ് യുങ് പറഞ്ഞത് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇവിടെ എക്സാക്ട്ലി അനിമലിസ്റ്റിക് നേച്ചർ, മൃഗീയമായിട്ടുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രം അറിയാവുന്ന ട്രേറ്റ്സിനെയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്നുള്ള ആശയം വെച്ചിട്ട് ആൾപോട്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ തന്നെ നോക്ക്. ദി മോസ്റ്റ് പെർവേസീവ് ആൻഡ് പവർഫുൾ ഹ്യൂമൻ ട്രേറ്റ്. ഓക്കെ, ഇതൊരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഈ കാർഡിനൽ ട്രേറ്റ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണമെന്നില്ല. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും സെൻട്രൽ ട്രേറ്റ് ഉണ്ടാകും, എല്ലാ വ്യക്തികൾക്കും സെക്കൻഡറി ട്രേറ്റ് ഉണ്ടാകും. പക്ഷെ കാർഡിനൽ ട്രേറ്റ് ആ വ്യക്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ മുന്നോട്ടേക്ക് എടുക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഈ കാർഡിനൽ ട്രേറ്റിന്റെ ഒരു കോമൺ ഉദാഹരണമായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുക്കുന്നത് ഗാന്ധിജി.
നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഏത് സ്പീച്ചിലും സംസാരത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആയിരിക്കും അഹിംസ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോൺ വയലൻസ് ടെൻഡൻസി അല്ലെ. നോൺ വയലൻസ് അല്ലെങ്കിൽ ഈ അഗ്രഷൻ ഇല്ലാതെ സമരം ചെയ്യുക എന്നുള്ള ഒരു ടെൻഡൻസി ഗാന്ധിജിയുടെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഗാന്ധിജിനെ കുറിച്ച് എവിടെ സംസാരിച്ചാലും അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ള വാക്കില്ലാതെ ഗാന്ധിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പവർഫുൾ ആൻഡ് പെർവേസീവ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കുന്ന, അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയെ മൊത്തം നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഡോമിനന്റ് ട്രേറ്റ് ആയിട്ട് എന്ത് മാറി? അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് മാറി. അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ട്രേറ്റ് ഉടലെടുക്കുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് കാർഡിനൽ ട്രേറ്റ്സ്. അധികം ഈ മഹാത്മാവ് അല്ലെങ്കിൽ മഹതികൾ, വലിയ വലിയ ആൾക്കാർക്കൊക്കെയാണ് ഈ കാർഡിനൽ ട്രേറ്റ്സ് നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആൾപോട്ട് പറഞ്ഞത്. സാധാരണ ആൾക്കാരൊക്കെ സെൻട്രൽ ട്രേറ്റും സെക്കൻഡറി ട്രേറ്റും വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കും. അവരുടെ ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കുമ്പോഴേ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ആൾപോട്ട് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ്, മദർ തെരേസയുടെ കമ്പാഷൻ അല്ലെങ്കിൽ ചാരിറ്റി, ഓക്കെ, അതൊക്കെ ഈ കാർഡിനൽ ട്രേറ്റിന് എക്സാമ്പിൾ ആണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസി മദർ തെരേസയുടെ. വേറെ എന്തൊക്കെ എക്സാമ്പിൾസ് പറയാറ്? ഹിറ്റ്ലറിന്റെ ഈവിൾ നേച്ചർ അല്ലെങ്കിൽ നോൺ വയലൻസ്, ഡോമിനൻസ്, അതെ, ആ സ്വഭാവമൊക്കെ. ഇപ്പൊ ഹിറ്റ്ലറിനെ കുറിച്ച് ആര് സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ വയലന്റ് നേച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ ലൈഫിനെ മൊത്തം നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആ വയലന്റ് നേച്ചർ ആയിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു പവർഫുൾ ട്രേറ്റ് ആയിട്ട് മാറി. അതൊക്കെ കാർഡിനൽ ട്രേറ്റ്സിന് എക്സാമ്പിൾ ആണ്. സാധാരണ ആൾക്കാരിൽ ഇങ്ങനത്തെ കാർഡിനൽ ട്രേറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോവാട്ടോ. ഇപ്പൊ ഹിറ്റ്ലറിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഹിറ്റ്ലർ ഒരു ഗ്രേറ്റ് ഒന്നല്ല, മറ്റേ എൻഡിൽ കിടക്കുന്ന ആളാണ്. ഒരു മഹാത്മാവൊന്നല്ല, ഏറ്റവും ക്രൂരനായ വ്യക്തികളിൽ ഒരാളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലേക്കും പോവാത്, ഏറ്റവും നല്ല രീതിയിലേക്കും പോവാം, മോശം രീതിയിലേക്കും പോവാം. അത്തരത്തിലുള്ള ട്രേറ്റുകളെയാണ് കാർഡിനൽ ട്രേറ്റ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ആൾപോട്ട് ഉദ്ദേശിച്ചത്. നിങ്ങളിലും ഇപ്പൊ സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സാധാരണ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന കുറച്ച് ട്രേറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ഫാമിലിക്കൊക്കെ അറിയുന്ന ട്രേറ്റ്സ് ഉണ്ട്. പക്ഷെ ഈ സെൻട്രൽ ട്രേറ്റ്സോ സെക്കൻഡറി ട്രേറ്റ്സിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റും നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ട്രേറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ, ഗാന്ധിജിയുടെ നോൺ വയലൻസ് പോലെയൊക്കെ അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ വയലൻസ് പോലെയൊക്കെ മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ ട്രേറ്റ്. അത് ഓരോ വ്യക്തിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ഇൻഡിവിജ്വൽ ട്രേറ്റിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആൾപോട്ട് കൊടുത്തത്: കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഡിവിജ്വൽ ആൻഡ് കോമൺ. അതിൽ ഇൻഡിവിജ്വൽ തന്നെ 3 എണ്ണാക്കി തിരിച്ചു എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് ഫങ്ഷണൽ ഓട്ടോണമി ഓഫ് മോട്ടീവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള വാക്ക്, അതായത് മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുന്നത്. ഓട്ടോണമസ് കോളേജസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഓട്ടോണമി എന്നുള്ള വാക്കുകൊണ്ട് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റം ചെയ്യാൻ എന്തായിരുന്നു മോട്ടീവ് എന്ന് ക്രിമിനൽസിനോട് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രേരണ അല്ലെങ്കിൽ എന്താണ് കാരണം, കുറ്റം ചെയ്യാൻ എന്താണ് കാരണം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഈ ഫങ്ഷണൽ ഓട്ടോണമി ഓഫ് മോട്ടീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ചൈൽഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മോട്ടീവ്സ് അഡൾട്ട് ആകുമ്പോൾ സെയിം ആകണം എന്നില്ല. അത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റീഫൻ ദേവസി അറിയില്ലേ, കീബോർഡ് പ്ലെയർ സ്റ്റീഫൻ ദേവസി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ എടുക്കുക, സ്റ്റീഫൻ ദേവസി തന്നെ ആവണമെന്നില്ല. അപ്പൊ സ്റ്റീഫൻ ദേവസിയുടെ പഴയ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പീറ്റർ മാഷ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ദേവസിക്ക്. ഈ പീറ്റർ മാഷാണ് സ്റ്റീഫൻ ദേവസിക്ക് കീബോർഡ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പോ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ കൊണ്ടേ ചേർത്തി കീബോർഡ് പഠിപ്പിക്കാൻ. അപ്പൊ ഈ മ്യൂസിക് എന്താണെന്നോ കീബോർഡ് പഠിക്കുന്നത് കൊണ്ടുള്ള സ്കോപ്പ് എന്താണെന്നോ ഒന്നും ആർക്കറിയില്ല, സ്റ്റീഫൻ ദേവസിക്ക് അറിയില്ല. സോ കീബോർഡ് പഠിക്കാനുള്ള സ്റ്റീഫൻ ദേവസിയുടെ പ്രേരണ അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ, ആ കുട്ടിയായിരുന്നപ്പോ മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പീറ്റർ മാഷിന്റെ വഴക്കും തല്ലും കേൾക്കരുത്, അതുകൊണ്ട് ഞാനിത് പഠിക്കണം എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റീഫൻ ദേവസി ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത്. അപ്പൊ ചൈൽഡ്ഹുഡ് ആവുമ്പോ മോട്ടീവ് വേറെയാണ്.
അതേ മോട്ടീവ് തന്നെയാണോ ഇപ്പൊ അഡൾട്ട് ആയപ്പോ സ്റ്റീഫൻ ദേവസിക്ക് ഉള്ളത്? ഇപ്പൊ അഡൾട്ട് ആയപ്പോ ഇപ്പോഴും അയാൾ ഒരു കീബോർഡിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ട്, എന്നാലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ആ ഒരു ചിന്താഗതി വെച്ചിട്ടായിരിക്കും പഠിക്കുക. പീറ്റർ മാഷ് എന്നെ ചീത്ത പറയും, അല്ലെങ്കിൽ എന്നെ അടിക്കും, എന്നെ ഉപദ്രവിക്കുന്നത് വിചാരിച്ചിട്ടാണോ പഠിക്കുക? അല്ല, ഇപ്പൊ എന്റെ ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കണം, ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് കീബോർഡ് പ്ലെയർ ആയിട്ട് ഞാൻ മാറണം. ആ ഒരു കീബോർഡ് പഠിക്കാനുള്ള കാരണത്തിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് വന്നു അല്ലെ. എന്റെ ടീച്ചറിന്റെ ചീത്ത കേൾക്കരുത് എന്നുള്ളൊരു മോട്ടീവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറണം എന്നുള്ള ഒരു മോട്ടീവിലേക്ക് നമ്മൾ മാറി. ഇതേപോലെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന മോട്ടീവ്സ് അഡൾട്ട്ഹുഡിൽ നിലനിൽക്കണമെന്നില്ല. അത് ഓട്ടോണമസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ മാറി മാറി പോകാം. വേറൊരു ഉദാഹരണം കൂടിയും പറയുകയാണെങ്കിൽ, ഈ നിങ്ങളിപ്പോ സപ്പോസ് ഒരു ചിന്തിക്കുക, ജസ്റ്റ് ഒരു ഫാന്റസി പോലെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ സൈക്കോളജി പഠിക്കുന്നതിന്റെ മോട്ടീവ് എന്താ? അധികം ആൾക്കാരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുകയാണ് ICDS സൂപ്പർവൈസർ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജി പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് മോട്ടീവ്. ICDS സൂപ്പർവൈസർ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കണം. ഓക്കെ, നിങ്ങളത് കുറച്ചും കൂടിയും കാലം കഴിഞ്ഞു, നിങ്ങൾ ICDS സൂപ്പർവൈസർ ഒക്കെ ക്രാക്ക് ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് ഒക്കെ കിട്ടി, നല്ല സൂപ്പർ ലൈഫ് സ്റ്റൈൽ ആയിട്ട് മുന്നോട്ട് പോവാണ്. ആ സമയത്ത് നിങ്ങൾ സൈക്കോളജി തുടർന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മോട്ടീവ് എന്താ? ICDS സൂപ്പർവൈസർ എന്നല്ല. അപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി എന്ന വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ സൈക്കോളജി ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറണം എന്നുള്ള രീതിയിലേക്ക് ആ ചിന്ത പോയി എന്ന് വിചാരിക്കുക. സോ ആദ്യം നിങ്ങൾ പഠിച്ചിരുന്നത് സൈക്കോളജി തന്നെയാണ്. അപ്പോഴുണ്ടായിരുന്ന മോട്ടീവ് എന്ന് പറയുന്നത് ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിലൂടെ നിങ്ങൾ കുറച്ചു കാലം ഇങ്ങനെ കടന്നുപോയി നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത ശേഷവും അതേ ആക്ഷൻ നിങ്ങൾ ചെയ്യുകയാണ്. പക്ഷെ അവിടെ മോട്ടീവ് സെയിം അല്ല, വേറൊരു മോട്ടീവ്, ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറുക, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പൊ എല്ലാ വ്യക്തികൾക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് മോട്ടീവാണ് ഉണ്ടാവുന്നത്, അതല്ല ജീവിതത്തിലുടനീളം നിന്നു പോകുന്നത്, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കാം എന്നൊരു ആശയം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫങ്ഷണൽ ഓട്ടോണമി ഓഫ് മോട്ടീവ്സ് എന്നുള്ളൊരു വാക്ക് ഈ ആൾപോട്ട് ഉദ്ദേശിച്ചത്. ഇത് മെയിൻ ക്രിറ്റിസിസം ആർക്കെതിരെ ആയിരുന്നു എന്നറിയോ? നമ്മുടെ സൈക്കോ അനലിസ്റ്റുകൾക്കെതിരെ തന്നെയാണ്. അവരാണല്ലോ പാസ്റ്റ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നടന്നിരുന്നത്, പാസ്റ്റിൽ നടക്കുന്നത് മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റില്. അപ്പൊ അവർക്കുള്ളൊരു ക്രിറ്റിസിസം ആണ്, പാസ്റ്റിൽ നടന്നാലും ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന സംഭവം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കാം എന്നുള്ളൊരു ആശയം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി എല്ലാ സൈക്കോളജിസ്റ്റുകളും തിയറികൾക്ക് ഓരോരോ പേര് കൊടുക്കും. പേഴ്സണോളജി എന്ന് കൊടുത്തു അല്ലെ, പേഴ്സണാലിറ്റിക്ക്. നമ്മുടെ പേഴ്സണോളജി ആരാ കൊടുത്തേ? ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ പേരുകൾ കൊടുക്കുന്നത് പോലെ ഈ ആൽപോർട്ടും ഒരു പേര് കൊടുത്തിട്ടുണ്ട്. സെൽഫിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിളിച്ചത് പ്രോപ്രിയം എന്നായിരുന്നു. ഇതും നേരത്തെ പറഞ്ഞ അതേ ചിന്ത തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്താണ് ഈ എപ്പോഴും എല്ലാവരും മൂറ ആയിരുന്നു അല്ലെ പേഴ്സണോളജി പറഞ്ഞു. യെസ്. സോ എല്ലാവരും സെൽഫ് 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 കാളിങ്ങിന് ഒരു സെൽഫ് ഉണ്ട്, അത് ആർക്കിടൈപ്സിൽ പെടുന്നതാണ്. പിന്നെ ബാക്കി വരുന്ന ഈ എറിക്സൺ ഒരു സെൽഫ് ഉണ്ടായിരിക്കും, അത് സൈക്കോ സോഷ്യൽ ബിഹേവിയറിൽ പെടുന്നതാണ്. ഇങ്ങനെ എല്ലാവരും സെൽഫ് സെൽഫ് എന്ന് വെച്ചിട്ട് പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു. എന്റെ തിയറി കുറച്ച് വേറിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് പ്രോപ്രിയം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പേര് അദ്ദേഹം കൊടുത്തത്. ഓക്കെ, ഈ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നൊക്കെ ആൾപോർട്ടിന്റെ തിയറിയിൽ പറയുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോ ട്രേറ്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ സെൽഫിനെ അദ്ദേഹം വിളിച്ചിരുന്നത് പ്രോപ്രിയം എന്നുള്ളൊരു വാക്കുകൊണ്ടാണെന്നുള്ളതും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആൾപോർട്ടിന്റെ തിയറിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സെൻട്രൽ ട്രൈറ്റ്സ് ഒന്നുകൂടെ പറയോ? പറയാം. സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാളിയുങ്ങിന്റെ പെർസോണ എന്തായിരുന്നു? നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കാഴ്ചവെക്കുന്ന എളുപ്പം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ട്രേറ്റുകൾ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിനെയാണ് പെർസോണ എന്ന് യുങ് വിളിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ സെൻട്രൽ ട്രേറ്റ് എന്ന് വരുന്നത്. നിങ്ങളൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വ്യക്തി എത്രത്തോളം എനർജറ്റിക് ആണെന്നോ, ആക്റ്റീവ് ആണെന്നോ, ഷൈ ആണെന്നോ, ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ട്രേറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്ന, സാധാരണ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ട്രേറ്റ്സിനെയാണ് സെൻട്രൽ ട്രേറ്റ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിച്ചത്. നോർമലി വരുന്ന എല്ലാ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും സെൻട്രൽ ട്രേറ്റ്സിലാണ് അധികം വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അഗ്രഷൻ ആയാലും, ഡോമിനൻസ് ആയാലും, എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ ആയാലും,
അല്ലെങ്കിൽ ഷൈനസ്, ആങ്സൈറ്റി ആയാലും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒരു വ്യക്തി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുള്ളത്. അതാണ് സെൻട്രൽ ട്രേറ്റിൽ വരുന്നത്. സെക്കൻഡറി ട്രേറ്റ് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ മാത്രം അറിയാവുന്ന നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ നടനോ അല്ലെങ്കിൽ മ്യൂസിക് ടേസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ട പുസ്തകമോ അല്ലെങ്കിൽ ഫിലോസഫിയോ അങ്ങനത്തെ വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള അല്ലെ ഇൻകോൺസ്പിക്വസ് ആയിട്ടുള്ള നിങ്ങൾ കാണിക്കാത്ത ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് നടക്കുന്ന എല്ലാവർക്കും അങ്ങനെ അറിയാത്ത സാധനങ്ങളെയാണ് ഈ സെക്കൻഡറി ട്രേറ്റ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു തിയറിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ട്രേറ്റ് തിയറിസ്റ്റിലേക്ക് പോകാം. റെയ്മണ്ട് കെറ്റൽ. ഓക്കെ, കെറ്റലിന്റെ തിയറി ഞാൻ പറഞ്ഞു. ലെക്സിക്കൽ അനാലിസിസ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആൽപോർട്ട് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 18,000 വാക്കുകൾ ഡിക്ഷണറിയിൽ നിന്ന് തപ്പിപ്പിടിച്ച് ചെറുതാക്കി അതിനെ 4,000 അടുത്തേക്ക് എത്തിച്ചു. അപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. 4,000 ട്രേറ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഈ 4,000-ൽ നിന്ന് ഇതിനെ ചുരുക്കി 160 വീണ്ടും അതിനെ ചുരുക്കി 16 ട്രേറ്റ്സിലേക്ക് എത്തിച്ച ആളാണ് റെയ്മണ്ട് കെറ്റൽ. അപ്പോൾ പേഴ്സണാലിറ്റീനെ മൊത്തം 18,000-ൽ നിന്ന് 4,000-ലേക്കും 4,000-ൽ നിന്ന് 160-ലേക്കും അവിടുന്ന് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും 16 എന്നുള്ള 2 അക്കത്തിലേക്കും ചുരുക്കി കൊണ്ടുവന്ന ആളാണ് ഈ കെറ്റൽ. ട്രേറ്റ് തിയറിയുടെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഈ കെറ്റലിന്റെ അഭിപ്രായത്തിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾസ് പോലെ തന്നെ, നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ പോലെ തന്നെ, ഒരു റൂമിലേക്ക് ഡൗട്ട് വല്ലതും ഉണ്ടോ? ഒരു റൂമിലേക്ക് കുറച്ച് വ്യക്തികൾ കയറി വരികയാണെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഒരു എക്സ്ട്രോവേർട്ട് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെ. ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രെഡിക്ഷൻ ആണ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു കെറ്റൽ. ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഭാവിയിൽ എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരുന്നു കെറ്റലിന്റെ ആശയം. ഇത് വളരെ എന്താ പറയുക സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആശയമാണ് അല്ലെ. നമ്മള് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സയന്റിഫിക് ക്വസ്റ്റ്യൻ അല്ലേ. ഭാവിയിൽ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് ശാസ്ത്രമല്ലേ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണത്തിലൂടെയൊക്കെ. ഇവന്തോ അത് പലപ്പോഴും തെറ്റാറുണ്ടെങ്കിൽ. അപ്പോ ഇതേപോലെ ഒരു പ്രെഡിക്ഷൻ, സയന്റിഫിക് ആയിട്ടുള്ള പ്രെഡിക്ഷൻ തന്നെയാണ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണാലിറ്റി പഠിക്കുന്നതിന്റെ ഗുണം അതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. ഇത് കുറെയൊക്കെ ശരിയാണ്. ഈ കെറ്റലിന്റെ പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ആൾക്കാരുടെ ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു ഇൻട്രോവേർട്ട് ഒരു സെയിൽസ്മാൻ ആയുള്ള അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും അല്ലെ. അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, സാധനം വിറ്റുപോകില്ല, ഒരു ഫെയിൽഡ് കരിയർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് ഭയങ്കര എനർജി എടുക്കണം ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നതൊക്കെ. ഇൻട്രോവേർട്ടിന് ചിലപ്പോൾ പറ്റിയ ജോലി ഒരു കമ്പ്യൂട്ടർ സെന്ററോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോബ് ഒക്കെ ആയിരിക്കും, ഇന്ററാക്ഷൻസ് കുറവുള്ള ജോബ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്. ഈ കരിയർ ഗൈഡൻസിലൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആൾക്കാരെയൊക്കെ. സോ കെറ്റൽ പറഞ്ഞത് ഒരു 70% ഒക്കെ കറക്റ്റ് ആണ്. 100% ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. സോ കെറ്റലിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് റിഗറസ്ലി സയന്റിഫിക് ആണ്. ഞാൻ പറഞ്ഞില്ലേ 4,000 ട്രേറ്റ് ആൽപോർട്ട് പറഞ്ഞിട്ടുണ്ട്. 4,000 ട്രേറ്റ് മെഷർ ചെയ്യുക, സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ കെറ്റലിന്റെ ഒരു അഭിപ്രായത്തിൽ സാധനം കറക്റ്റ് ആയിട്ട് നമുക്ക് സയൻസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. ആൾക്കാരെ നിരീക്ഷിക്കുക, ഡാറ്റ എടുക്കുക, അത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, പഠിക്കുക. ഇത് പക്ക സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയാലേ അത് നല്ലൊരു പേഴ്സണാലിറ്റി തിയറി ആയിട്ട് മാറാൻ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായമുള്ള ഒരാളായിരുന്നു കെറ്റൽ. അപ്പോ അദ്ദേഹം ഈ സയന്റിഫിക് അനാലിസിസിന് വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഫാക്ടർ അനാലിസിസ് എന്ന് പറയും. ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട.
ഈ പേഴ്സണാലിറ്റീനെ സയന്റിഫിക് ആക്കി മാറ്റിയത് റെയ്മൻ കെറ്റൽ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണെന്ന് ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വെച്ചിട്ടാണ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ആ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, എന്താ ഇതിൽ ചെയ്യാന്നുള്ളതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ഒറിജിനലി സ്പിയർമാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ഫാക്ടർ അനാലിസിസ് ഡെവലപ്പ് ചെയ്തത്. സ്പിയർമാന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ള ടെക്നിക്ക് ഉണ്ടായി വന്നത്. അത് പിന്നെ കെറ്റൽ അഡോപ്റ്റ് ചെയ്തിട്ട്, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് പേഴ്സണാലിറ്റി അനാലിസിസിലേക്ക് യൂസ് ചെയ്തതായിരുന്നു. അപ്പൊ ഈ ആൽപോർട്ടിന്റെ 4000 ട്രേറ്റ്സിൽ നിന്ന് 16 ട്രേറ്റ്സിലേക്ക് ചുരുക്കി കൊണ്ടുവന്നതൊക്കെ ഈ ഫാക്ടർ അനാലിസിസ് വെച്ചിട്ടാണ്. അത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി കെറ്റലിന്റെ അഭിപ്രായത്തിൽ ട്രേറ്റ്സ് എന്താണ്? ആൾപോർട്ട് പറഞ്ഞ ഒരു അഭിപ്രായം തന്നെയാണ് കെറ്റലിനുള്ളത്. റിയാക്ഷൻ ടെൻഡൻസീസ്, ആൾക്കാർ ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ള രീതി, അത് കാണിക്കുന്ന ഗുണങ്ങളിനെയാണ് അദ്ദേഹം ട്രേറ്റ് എന്ന് പറയുന്നത്, ട്രേറ്റ് എന്നുള്ള പേര് കൊണ്ട് വിളിച്ചത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അവിടെയാണ് വ്യത്യാസം വരുന്നത്. ആൾപോർട്ടിന്റെ പോലെ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ട് പോയില്ല. വി ഡിറൈവ് ഇറ്റ് ബൈ ദ മെത്തേഡ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രേറ്റ്സിനെ എല്ലാം കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി ദേ ആർ റിലേറ്റീവ്ലി പെർമനന്റ് പാർട്സ് ഓഫ് ദ പേഴ്സണാലിറ്റി. ഓർക്കണം, പെർമനന്റ് പാർട്ട് എന്ന് മാത്രമല്ല ഉപയോഗിച്ചത്, റിലേറ്റീവ്ലി പെർമനന്റ് എന്ന് പറഞ്ഞത്. അതായത് ഈ ആൽപോർട്ടിന്റെ ഡെഫിനിഷനിലുള്ള ഡൈനാമിക് എന്ന് പറയാവുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ റിലേറ്റീവ്ലി പെർമനന്റ്. ഇപ്പൊ ഒരു ഇൻട്രോവേർട്ട് വളർന്നു വലുതായിട്ട് കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആവുക എന്ന് പറയുന്നത് വളരെ സാധ്യത കുറവുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെർമനന്റ് ആണ് പേഴ്സണാലിറ്റി ട്രേറ്റ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി പെർമനന്റ് അല്ല, റിലേറ്റീവ്ലി പെർമനന്റ് ആണ്. ഇൻട്രോവേർട്ട് കുറച്ചും കൂടി ബെറ്റർ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, എനർജറ്റിക്കും ആക്റ്റീവും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അയാളുടെ ട്രേറ്റ് എന്ന് പറയുന്നത് ഇൻട്രോവേഷൻ തന്നെയായിരിക്കും. ആ സ്പെക്ട്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞില്ല, സ്കെയില് കണ്ടിന്യൂം, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ ചെറിയ സാധ്യതയുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ റിലേറ്റീവ്ലി പെർമനന്റ് പാർട്സ് ഓഫ് ദ പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രേറ്റ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ഉപയോഗിച്ച ആളൊന്നല്ല, അത് സ്പിയർമാൻ ആണ്. പേഴ്സണാലിറ്റീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആള് എന്ന നിലയിലാണ് കെറ്റൽ ഫേമസ് ആയത്. കെറ്റലിന്റെ ക്വസ്റ്റിനെയർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി ഓരോ വ്യക്തിയിൽ നിന്നും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് 16 PF ക്വസ്റ്റിനെയർ എന്നാണ്, അല്ലെങ്കിൽ 16 PF എന്നാണ് അതിനെ വിളിക്കുക. 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്നുള്ളൊരു ഒരു ഫുൾ ഫോം ആണ് അതിൽ വരുന്നത്. 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് 16 PF എന്നുള്ള വാക്ക് കൊടുത്തത്. ഇത് ചിലപ്പോൾ ചോദ്യം വരും, 16 PF ആരുടെ തിയറിയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കെറ്റലിന്റെ തിയറിയെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റിനെയർ ഏതാണ് എന്നൊക്കെ ചോദ്യം വന്നാൽ 16 PF ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇത് ഫ്രീ ടെസ്റ്റ് ആണ്. ആർക്കെങ്കിലും കൗതുകമുണ്ട് എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന്, നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, അതിനപ്പുറം കെറ്റലിന്റെ അഭിപ്രായത്തിലുള്ള ട്രേറ്റ്സിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. 16 PF ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ഫ്രീ ടെസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൂഗിൾ ചെയ്താൽ ഈ ക്വസ്റ്റിനെയർ കിട്ടും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100-നടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് സമയം പിടിക്കും, പക്ഷെ ഈ 16 ട്രേറ്റ്സിൽ നിങ്ങൾ എവിടേക്കാണ് കിടക്കുന്നത്, എക്സ്ട്രോവേഷൻ ആണോ ഇൻട്രോവേഷൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കെറ്റലിന്റെ ക്വസ്റ്റിനെയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. കൗതുകമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫാക്ടർ അനാലിസിസ് എന്താണെന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്നും പോകുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. 2 ചിത്രം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഫസ്റ്റത്തെ ചിത്രത്തിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ മിക്സ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, കുറെ കളിപ്പാട്ടങ്ങൾ, അതിൽ കാർ ഉണ്ടാകാം, ബൈക്ക് ഉണ്ടാകാം, പിന്നെ ആനിമൽസ് ഉണ്ടാകാം, പിന്നെന്താ പാവകൾ ഉണ്ടാകാം, അങ്ങനെ എന്തും ആകട്ടെ, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ്? കുറെ കാർഡ്ബോർഡ് ബോക്സസ് അല്ലെ? കുറെ കാർഡ്ബോർഡ് ബോക്സസിൽ ഒതുക്കിയിട്ടാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണമെങ്കിൽ നമുക്ക് കാറുകൾ വെക്കാൻ വേണ്ടി മാത്രം എടുക്കാം, മറ്റേ കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് വേണമെങ്കിൽ ബൈക്ക് വെക്കാൻ വേണ്ടി മാത്രം എടുക്കാം, മൂന്നാമത്തെ കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് വേണമെങ്കിൽ പാവകൾ വെക്കാൻ വേണ്ടി മാത്രം എടുക്കാം. അപ്പൊ ഇവിടെ ഇല്ലാത്തൊരു ഓർഡർ, ഇവിടെ ഇല്ലാത്തൊരു ഒതുക്കം ഈ ഒരു പിക്ചറിലുണ്ട്, സെക്കൻഡ് പിക്ചറിലുണ്ട്. ഇത്രയേ ഉള്ളൂ ഫാക്ടർ അനാലിസിസ്. ഈ കളിപ്പാട്ടങ്ങളെ മാറ്റിയിട്ട് ആൽപോർട്ട് പറഞ്ഞ 4000 ട്രേറ്റ്സ് ആണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ട്രേറ്റ്സിലെല്ലാം ചെറിയ ചെറിയ സിമിലാരിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോ
രണ്ടോ മൂന്ന് ടൈപ്പ് കാറുകളാണെങ്കിലും അതിനെ കാർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് ഒതുക്കാം എന്ന് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഈ ആൾപോർട്ട് പറഞ്ഞ 4000 ട്രേറ്റ്സുകളെ നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ ചെറിയ ബോക്സസിലാക്കിയിട്ട് ഒരൊറ്റ വാക്ക് കൊണ്ട് നമുക്ക് അതിനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഫാക്ടർ അനാലിസിസ്. ഇപ്പൊ ഡിസോർഡറിൽ നിന്ന് ഓർഡർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫാക്ടർ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4000-നെ 16 മാറ്റിയത് ഇങ്ങനെയാണ്. ഒന്നുകൂടി എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇത് ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന ഈ 3 എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ അഗ്രഷൻ, ഓപ്പൺനെസ്, ഇതൊക്കെ ഫാക്ടർ അനാലിസിസ് ചെയ്ത് കിട്ടിയ ട്രേറ്റുകളാണ് എന്ന് വിചാരിക്കാം. കെറ്റലിന്റെ തിയറിയിൽ ഫാക്ടർ അനാലിസിസ് ചെയ്ത് കിട്ടിയ ട്രേറ്റുകളാണ്. അപ്പോൾ ആൽപോർട്ടിന്റെ 4000 വേർഡ്സിൽ വരുന്നതാണ് ഇതെല്ലാം. ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, എനർജറ്റിക്, ടോക്കേറ്റീവ്, ഇതെല്ലാം ആ ഡിക്ഷണറി ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ പേഴ്സണാലിറ്റി സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ കെറ്റൽ ചോദിച്ച ചോദ്യം, ഔട്ട് ഗോയിങ് ആയ ആള് ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയ ആൾ അത്യാവശ്യം എനർജറ്റിക് ആണ്, അല്ലെങ്കിൽ എനർജി ഉള്ള ആള് നന്നായിട്ട് ടോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാ? എക്സ്ട്രാവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാവേർഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകളാണ്. അപ്പൊ ഇതിനെല്ലാം ഓരോ പേഴ്സണാലിറ്റി ട്രേറ്റ് ആയിട്ട് കാണുന്നതിന് പകരം നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എക്സ്ട്രാവേർട്ട് ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ അവൻ ഔട്ട് ഗോയിങ് ആണ്, അവൻ ഫ്രണ്ട്ലി ആണ്, അവൻ ടോക്കറ്റീവ് ആണ് എന്ന് പറയുന്നതിന് പകരം അവൻ എക്സ്ട്രാവേർട്ട് ആണെന്ന് പറയാ. നമ്മൾ നേരത്തെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിട്ട് ഓരോ പെട്ടിയിൽ ഇട്ടതുപോലെ തന്നെ എക്സ്ട്രാവേർട്ട് എന്ന് പറയുന്ന ഒരു പെട്ടിയിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. ആങ്കർ പ്രോൺ, അവൻ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. വയലന്റ്, അവൻ വയലൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഡോമിനന്റ്, അവൻ മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹോട്ട് ഹെഡഡ്, ഇമ്പൾസീവ് ആയിട്ട് അവൻ പെരുമാറാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്ന? അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ട്രേറ്റിനെ സൂചിപ്പിക്കുന്നതാ. അപ്പൊ ഇതിനെല്ലാം സെപ്പറേറ്റ് ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് കമ്പൈൻ ചെയ്തൂടെ അഗ്രഷൻ എന്ന് പറയുന്ന ഒറ്റ ട്രേറ്റിലേക്ക്? സിമിലർലി ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഇതെല്ലാം ഷെയർഡാ അല്ലെ? ക്യൂരിയോസിറ്റി ഉള്ള ഒരാൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടും, ഇമാജിനേഷൻ ഒരുപാടുള്ള ആൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടും. അപ്പൊ ഇതിനെല്ലാം സെപ്പറേറ്റ് ട്രേറ്റ് ആയിട്ട് കാണുന്നതിന് പകരം നമുക്ക് ഓപ്പൺനെസ് എന്ന് പറഞ്ഞ ഒറ്റ ട്രേറ്റിലേക്ക് ഇടാം. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗോയിങ് ഫ്രം മെനി ടു ഫ്യൂ. ഓക്കെ, ഒരുപാട് പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ നിന്ന് ചെറിയ ചെറിയ കുറച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ്സിലേക്ക് എത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാക്ടർ അനാലിസിസ്. ഒരു തരത്തില് നമ്മുടെ ആൾപോർട്ട് 18,000 നിന്ന് 4,000 എത്തിയത് ഫാക്ടർ അനാലിസിസ് വെച്ചിട്ടാണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ചെയ്തില്ല. പുള്ളി നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഗസ് വർക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക. ഇതും ഞാൻ നോക്കുമ്പോൾ ഒരേപോലെയാണ് ഇരിക്കുന്നത്, അപ്പൊ ഇതിനവിടെ ഒരുമിച്ചേക്കാം എന്നുള്ള രീതിയിലായിരിക്കും അയാൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ കെറ്റലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ട് കുറച്ച് നമ്പേഴ്സും കുറച്ച് എന്താ പറയാ ഗ്രാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പക്കയായിട്ട് അതിനെ ഓരോരോ വാക്കുകളിലേക്ക് ചേർക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചത് കെറ്റലാണെന്നുള്ളതും കൂടി ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ കുറെ ട്രേറ്റ്സിനെ ചെറുതാക്കി കൊണ്ടിരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫാക്ടർ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഓക്കെ, കെറ്റലിന്റെ ട്രേറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പൊ നമ്മൾ ആൽപോർട്ടിന്റെ ട്രേറ്റ്സ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കെറ്റലിന്റെ ട്രേറ്റ്സ് ക്ലാസിഫിക്കേഷനും വരുന്നത്. ഇവിടെ ഒരു നമ്മൾ പറഞ്ഞ ഈ ഫാക്ടർ അനാലിസിസിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ അദ്ദേഹം കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്താ പറയാ മിക്സ് ആയി കൺഫ്യൂസ് ആയി പോകാനുള്ള സാധ്യതയുള്ള ട്രേറ്റ്സ് ആണ്. ഈ ട്രേറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യത്തെ 2 ഓക്കെ, അത് ഞാൻ എടുക്കുമ്പോൾ നേരെ പറഞ്ഞുതരാം. അവസാനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ, അതിലാണ് ഈ ഫാക്ടർ അനാലിസിസിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ ആദ്യം അദ്ദേഹം പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് കോമൺ ട്രേറ്റ്സ് ആൻഡ് യൂണിക് ട്രേറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇത് നമ്മുടെ ആൽപോർട്ടിന്റെ ഇൻഡിവിജ്വൽ ട്രേറ്റും കോമൺ ട്രേറ്റും എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ കോമൺ ട്രേറ്റ്സ് എന്നുകൊണ്ട് കെറ്റൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിലാണ് കെറ്റൽ പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും സർവൈവ് ചെയ്യാൻ സഹായിച്ച ഒരു ട്രേറ്റ് ആയിരിക്കണം എക്സ്ട്രാവേർഷൻ അല്ലെ? സോഷ്യൽ അല്ലാത്ത മനുഷ്യർ മരിക്കാൻ സാധ്യത കൂടുതലാണ് പൂർവികരിൽ, ആ ഒരു കൺസെപ്റ്റ്. അതേപോലെ ഇന്റലിജൻസ്, ഒരു ആവറേജ് ഇന്റലിജൻസ് ഇല്ലാത്ത വ്യക്തി സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് പഴയ കാലത്ത് ബുദ്ധിമുട്ടുള്ളതാണ്. അഗ്രഷൻ, കുറച്ച് അഗ്രഷൻ ഇല്ലാത്ത വ്യക്തികൾ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ട് എക്സ്ട്രാവേർഷൻ, ഇന്റലിജൻസ്, അഗ്രഷൻ ഒക്കെ ഒരളവിൽ കിട്ടും എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കെറ്റലിന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ
കിട്ടുന്ന ട്രേറ്റ്സിനെയാണ് കോമൺ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വ്യക്തികളിലും കുറച്ച് കാണാം, പക്ഷെ ഓരോ വ്യക്തികളിലുള്ള അളവ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും സോഷ്യൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, പക്ഷെ ഞാൻ സോഷ്യൽ ആവുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ സോഷ്യൽ ആവുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്നെക്കാളും സോഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ അത്ര ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ഇന്റലിജൻസിൽ കുറച്ച് ഹൈ ആയിരിക്കും, നിങ്ങൾ കുറച്ച് ലോ ആയിരിക്കും. പക്ഷെ ഈ ട്രേറ്റ്സ് ഒക്കെ നമ്മളെ സർവൈവലിന് സഹായിച്ചത് കൊണ്ട് ഒരു കൾച്ചറിൽ കോമൺ ആയിട്ട് ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാ വ്യക്തികൾക്കും എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ആൽപോർട്ട് പറഞ്ഞ കോമൺ ട്രേറ്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ കോമൺ ആയിട്ട് വരുന്ന ട്രേറ്റ്സ്. പക്ഷെ അത് എങ്ങനെ കിട്ടി എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി കെറ്റൽ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവല്യൂഷണറി പ്രഷർ കാരണം എല്ലാവരിലേക്ക് എത്തിപ്പെട്ടതാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾസ് എക്സ്ട്രാവേർഷൻ, ഇന്റലിജൻസ്, അഗ്രഷൻ എന്നുള്ള എക്സാമ്പിൾസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ കോമൺ അല്ലാത്ത ട്രേറ്റ്സിനെ എന്ത് വിളിക്കും എന്നുള്ളൊരു ചോദ്യം വരും. ഒരു കൾച്ചറിൽ എവല്യൂഷന്റെ പ്രഷറിൽ അല്ലാതെ എല്ലാവർക്കും കിട്ടാത്ത ട്രേറ്റ്സിനെ എന്ത് വിളിക്കും എന്നുള്ള ചോദ്യം. അതിനെയാണ് അദ്ദേഹം യുണീക് ട്രേറ്റ്സ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. യുണീക് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഇത് കാണണമെന്നില്ല, ചില ആളുകളിൽ മാത്രമേ കാണുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ. ഇപ്പൊ എനിക്ക് സ്പോർട്സിനോടായിരിക്കും ഇഷ്ടം, വേറൊരു വ്യക്തിക്ക് ഡാൻസിനോടായിരിക്കും ഇഷ്ടം. അതൊരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്, പക്ഷെ അത് ഒരു കൾച്ചറിൽ കോമൺ ആയിട്ട് വരുന്നതല്ല, യുണീക്ക് ആണ് ഒരു ഇൻഡിവിജ്വലിന്. എനിക്ക് സ്പോർട്സിൽ ചിലപ്പോൾ ക്രിക്കറ്റിനോടായിരിക്കും ഇഷ്ടം, നിങ്ങൾക്ക് സ്പോർട്സിൽ ചിലപ്പോൾ ഫുട്ബോളിനോടായിരിക്കും ഇഷ്ടം, മറ്റൊരു വ്യക്തിക്ക് ടെന്നീസിനോടായിരിക്കും ഇഷ്ടം. വീണ്ടും ഒരു കൾച്ചറിൽ കോമൺ ആയിട്ട് വരുന്നതല്ല, യുണീക്ക് ആയിട്ട് ഓരോ വ്യക്തിയുടെയും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അല്ലെങ്കിൽ സെൻസ് ഓഫ് ഹ്യൂമർ, തമാശ, അത് ഒരു കൾച്ചറിലുള്ള എല്ലാവരും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആയിട്ട് മാറുക എന്നുള്ളത് സാധാരണ കണ്ടുവരാത്തതാണ്. ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഒരു യുണീക്ക് സ്കില്ലാണ് അത്. അതുകൊണ്ടാണ് അതിനെയൊക്കെ യുണീക്ക് ട്രേറ്റ്സ് എന്നുള്ളൊരു വാക്കുകൊണ്ട് അദ്ദേഹം വിളിച്ചത്. ഇനി ഞാൻ പറഞ്ഞു ഓരോ ക്ലാസിഫിക്കേഷനും കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതും കൺഫ്യൂസിങ് ആവുന്ന പ്രശ്നം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോട്ട് ദാറ്റ് ദീസ് ട്രേറ്റ്സ് ആർ ഓഫൺ ഇന്റർചേഞ്ചബിൾ. ചില സമയത്ത് യുണീക്ക് ട്രേറ്റ് കോമൺ ട്രേറ്റ് ആയിട്ട് മാറും, ചില സമയത്ത് കോമൺ ട്രേറ്റ് യുണീക്ക് ട്രേറ്റ് ആയിട്ട് മാറും. ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. രണ്ട് ചിത്രം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷൈൻടോൺ ചാക്കോടെ. ഓക്കെ, അപ്പൊ ഷൈൻടോൺ ചാക്കോ എക്സ്ട്രോവേർട്ട് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്, സോഷ്യൽ ആണ്. ഇന്റർവ്യൂസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര സംസാരപ്രിയനാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, എനർജറ്റിക് ആണ്, ഒരു പ്രത്യേക വൈബുള്ള വ്യക്തിയാണല്ലോ. അപ്പോ ശരിക്കും അദ്ദേഹത്തിന്റെ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ട്രേറ്റ് ആണ്. ഈ ഡെഫിനിഷൻ, കെറ്റലിന്റെ ഈ ഡെഫിനിഷൻ പ്രകാരം അദ്ദേഹത്തിന്റെ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ട്രേറ്റ് ആണ്. പക്ഷെ അത് കോമൺ ട്രേറ്റ് മാത്രമാണോ? എല്ലാ എക്സ്ട്രോവേർട്ടുകളും നമ്മുടെ ഷൈൻടോൺ ചാക്കോനെ പോലെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനർജി ഇത്രത്തോളം എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു വെയർഡ് രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ ഷൈൻടോൺ ചാക്കോയുടെ കോമൺ ആയിട്ട് കിട്ടിയ എക്സ്ട്രോവേഷൻ എന്ന് പറയുന്ന ട്രേറ്റ് ഒരു യുണീക്ക് ട്രേറ്റ് ആയിട്ട് മാറി അല്ലെ ഈ ഒരു വ്യക്തിയിൽ. ആ എക്സ്ട്രോവേഷൻ തന്നെ ഒരു വേറെ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, എക്സ്ട്രോവേഷൻ കോമൺ ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? കാരണം അത് ഇതിലും വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട്. അപ്പൊ കൺഫ്യൂസിങ് ആയി, രണ്ടിലും മിക്സ് ആയി പോയി. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ ഈ ചിത്രത്തില് മലപ്പുറം ഡിസ്ട്രിക്റ്റില് ഫുട്ബോൾ കളിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഓക്കെ, ഈ യുണീക്ക് ട്രേറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ എന്താണ്? ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഫ്യൂ പീപ്പിളിന് മാത്രം ഉണ്ടാകുന്ന ഒരു താല്പര്യമാണ്, കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു താല്പര്യം, കണ്ടുവരുന്ന ഒരു താല്പര്യമാണ് യുണീക്ക് ട്രേറ്റ്സ് കെറ്റലിന്റെ അഭിപ്രായത്തില്. മലപ്പുറത്തിലുള്ള എന്താ പറയാ, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കോമൺ ട്രേറ്റ് ആയിട്ട് മാറി ഇപ്പോ. കാരണം ആ ജില്ല തന്നെ അറിയപ്പെടുന്നത് ഫുട്ബോൾ കളിയുടെ അടിസ്ഥാനത്തിലാണ്. റിലേറ്റീവ്ലി അവിടുത്തെ കൾച്ചറിൽ ജീവിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഫുട്ബോൾ അവെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോളിനോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും. സോ കെറ്റലിന്റെ ഡെഫിനിഷനിൽ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഒക്കെ യൂണിക് ട്രേറ്റ് ആണ്, പക്ഷെ അതൊരു കൾച്ചറിൽ കോമൺ ആയിട്ട് ആൾക്കാർ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മലപ്പുറത്ത്. അപ്പോൾ യൂണിക് ട്രേറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഒക്കെ കോമൺ ട്രേറ്റിലേക്ക് തന്നെ ഇടാവുന്ന ഒരു അവസ്ഥ. അപ്പൊ യൂണിക് ട്രേറ്റ് ഏതാ കോമൺ ട്രേറ്റ് ഏതാന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. കോമൺ ട്രേറ്റ് ആണ് യൂണിക് ട്രേറ്റ് ആണെന്ന് കറക്റ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആയി പോകും. ഷൈൻടോ ചാക്കോയുടെ എക്സ്ട്രാവേഷൻ എന്ന് പറയുന്ന ട്രേറ്റ് യൂണിക് ട്രേറ്റ് ആയതുപോലെ മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറയുന്ന യൂണിക് ട്രേറ്റ് കോമൺ ട്രേറ്റ് ആയതുപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം എന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷനിൽ പിടിച്ചു നിൽക്കാതെ വേറൊരു ക്ലാസിഫിക്കേഷനിൽ പോയത്. അപ്പൊ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്, പക്ഷെ പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആയില്ല, അത്രമാത്രം അറിഞ്ഞിരിക്കുക. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അപ്പൊ അദ്ദേഹം ഓക്കെ ഇത് വേണ്ട, വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. അതെന്താണ്? എബിലിറ്റി ട്രേറ്റ്, ടെമ്പറമെന്റ് ട്രേറ്റ്, ഡൈനാമിക് ട്രേറ്റ് എന്ന് 3 തരത്തിൽ
ട്രേറ്റ്സിന് തരംതിരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. എബിലിറ്റി, ടെമ്പറമെന്റ്, ഡൈനാമിക്. ഈ നേരത്തെ പറഞ്ഞ ട്രേറ്റ്സിന്റെ അതേ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. എബിലിറ്റി ട്രേറ്റ് ചിലപ്പോൾ ടെമ്പറമെന്റ് ആവാം, ടെമ്പറമെന്റ് ട്രേറ്റ് ചിലപ്പോൾ ഡൈനാമിക് ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവാം. അതുകൊണ്ടാണ് മൂന്നാമതൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോയത്. ഓക്കെ, സോ എബിലിറ്റി ട്രേറ്റ്സിൽ എന്താ പറയുന്നത്? ട്രേറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് അവർ സ്കിൽസ് ആൻഡ് ഹൗ എഫിഷ്യന്റ്ലി വി വിൽ ബി ഏബിൾ ടു വർക്ക് ടുവേർഡ്സ് അവർ ഗോൾസ്. കെറ്റലിന്റെ അഭിപ്രായത്തിൽ എല്ലാ വ്യക്തികൾക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ കരിയർ ഗോൾസ് ആയിരിക്കാം, ഫാമിലി ഗോൾസ് ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ഗോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും. ഈ ഗോളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ എല്ലാം അദ്ദേഹം എബിലിറ്റി ട്രേറ്റ്സ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചു. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ ആണ്. ഗോളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന ട്രേറ്റുകളെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? എബിലിറ്റി ട്രേറ്റ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്ക്. ഇന്റലിജൻസ്, ബുദ്ധി, അല്ലെ? ഇപ്പൊ ഒരു PhD ആണ് നിങ്ങളുടെ ഗോൾ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ അതിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു എബിലിറ്റിയാണ് ഇന്റലിജൻസ്. സോ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ട്രേറ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചിത്രം വരയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ നല്ലൊരു പെയിന്റർ ആവുക എന്നുള്ള ഗോളിലേക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ട്രേറ്റ് ആണ്. മെമ്മറി, ഒരു ചെസ് പ്ലെയറിന് ചിലപ്പോൾ നല്ല മെമ്മറി വേണ്ടി വരും. ഇപ്പൊ നല്ലൊരു ചെസ് പ്ലെയർ ആയി മാറുക എന്ന് പറയുന്നത് ഇതിനെ സഹായിക്കുന്ന ഒരു ട്രേറ്റ് ആണ് മെമ്മറി. ഒരു സ്പോർട്സ്മാൻ ആവശ്യമുള്ള ട്രേറ്റ് ആയിരിക്കും ചിലപ്പോൾ അത്ലറ്റിസിസം. വെർബൽ എബിലിറ്റി, ഒരു സെയിൽസ്മാന് ചിലപ്പോൾ നല്ല ആവശ്യമുള്ള സ്കില്ലായിരിക്കും വെർബൽ എബിലിറ്റി. അപ്പൊ നിങ്ങളുടെ ഗോൾസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, മെമ്മറി, അത്ലറ്റിസിസം, വെർബൽ എബിലിറ്റി, ഇത്തരം ട്രേറ്റ്സിനെയാണ് അദ്ദേഹം എബിലിറ്റി ട്രേറ്റ്സ് എന്നുള്ള പേര് കൊണ്ട് സൂചിപ്പിച്ചത്. ഗോൾസിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഓക്കെ, ഇനി അതിനുശേഷം വന്ന പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ലേറ്റർ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഓൾ ദീസ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു ഇന്റലിജൻസ്. അതായത് ഈ ക്രിയേറ്റിവിറ്റി ഇന്റലിജൻസിന്റെ അണ്ടറിലാണ് വരുന്നത്, മെമ്മറി ഇന്റലിജൻസിന്റെ അണ്ടറിലാണ് വരുന്നത്, അത്ലറ്റിസിസം, നമ്മള് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്നൊക്കെ വിളിക്കുക അതിനെ, വെർബൽ എബിലിറ്റി, വെർബൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ ഇതെല്ലാം ഇന്റലിജൻസിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കാം. സോ അപ്പോൾ ഇതിനെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാക്ടർ അനാലിസിസ് ചെയ്തിട്ട് ഇന്റലിജൻസിലേക്ക് ഒന്നുകൂടി ചുരുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ എബിലിറ്റി ട്രേറ്റ്സ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മളെ ഒരു ഗോളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ട്രേറ്റുകളാണ് എബിലിറ്റി ട്രേറ്റ്സ് എന്നുള്ളത്. ഇനി ടെമ്പറമെന്റ് ട്രേറ്റ്സ്. ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾപോട്ടിന്റെ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ജനറൽ ബിഹേവിയർ സ്റ്റൈല് ഡിസ്ക്രൈബ് ചെയ്യുന്ന ട്രേറ്റ്സ്. ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, അതിനെയാണ് ടെമ്പറമെന്റ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയും അവൻ സോഷ്യൽ ആണ്, അല്ലെങ്കിൽ അവൻ എക്സ്ട്രോവേർട്ട് ആണ്, അവൻ ഇത്തിരി ഇറിറ്റബിലിറ്റി ഉള്ള സ്വഭാവമുള്ള ആളാണ്, പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും, അല്ലെങ്കിൽ അവൻ അസേർട്ടീവ് ആണ്, അവന് വേണ്ട കാര്യങ്ങൾ അവൻ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ ജനറലി ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പെരുമാറ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേറ്റ്സിനെയാണ് ടെമ്പറമെന്റ് ട്രേറ്റ്സ് എന്നുള്ള പേര് കൊണ്ട് അദ്ദേഹം വിളിച്ചത്. ഇനി മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തു, ഡൈനാമിക് ട്രേറ്റ്സ്. ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് അവർ മോട്ടിവേഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം, താല്പര്യങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ട്രേറ്റ്സ് അല്ലെങ്കിൽ വാക്കുകളിനെയാണ് അദ്ദേഹം ഡൈനാമിക് ട്രേറ്റ്സ് എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഉദാഹരണം നോക്ക്, ഇപ്പോൾ എനിക്കൊരു ഗോൾ ഉണ്ട്, ഞാൻ അംബിഷ്യസ് ആണ്, അല്ലെ? ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട്, അതിനെയാണ് ആംബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഡൈനാമിക് ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പവർ ഓറിയന്റഡ്, നമ്മുടെ ആഡ്ലറിന്റെ തിയറിയിൽ പറഞ്ഞതുപോലെ സുപ്പീരിയോറിറ്റി ഫീലിങ്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയി മാറി. അപ്പൊ എനിക്കൊരു പവറിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്റെ ഉള്ളിലുണ്ട്, അതിനെ ഡൈനാമിക് ട്രേറ്റ് എന്ന് വിളിച്ചു. സെക്സ് ഡ്രൈവ്സ്, എനിക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ എന്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, അതിനെ അദ്ദേഹം ഡൈനാമിക് ട്രേറ്റ് എന്ന് വിളിച്ചു. സോ ഇവിടെയും പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൊളിഞ്ഞുപോയി. എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രേറ്റ്സ് ആർ വേക്ക് ആൻഡ് മിക്സിംഗ് ക്യാൻ ഹാപ്പൺ. നമുക്ക് കറക്റ്റ് എബിലിറ്റി ട്രേറ്റ്, ടെമ്പറമെന്റ് ട്രേറ്റ്, ഡൈനാമിക് ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. ഒരു ഉദാഹരണം നോക്കാം. ഇപ്പൊ ഈ ടെമ്പറമെന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജനറൽ ബിഹേവിയറൽ സ്റ്റൈല് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രേറ്റ് ആണെന്ന് പറഞ്ഞു, അല്ലെ? ഒരു വ്യക്തി എങ്ങനെയുണ്ട് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ അവൻ ബുദ്ധിമാനാണെന്ന് പറയില്ലേ. അപ്പൊ ഒരു എബിലിറ്റി ട്രേറ്റ്, ആ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി ട്രേറ്റ് ടെമ്പറമെന്റിലേക്ക് ചാടി. നമ്മളൊരാളുടെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേറ്റ്സിനെയാണ് അദ്ദേഹം ടെമ്പറമെന്റ് എന്നുള്ള ട്രേറ്റ്സ് കൊണ്ട് വിളിച്ചത്. അതിൽ വേണമെങ്കിൽ ഇന്റലിജൻസ് കയറി വരാം, നോ ഇഷ്യൂ.
ഓക്കെ, ഇനി ഗോളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ട്രേറ്റ്സിനെയാണ് അദ്ദേഹം എബിലിറ്റി ട്രേറ്റ്സ് എന്ന് വിളിച്ചത്. ഈ അംബീഷ്യസ് എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ എബിലിറ്റി ട്രേറ്റ് ആയിക്കൂടെ? ഒരു ഗോളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്നതല്ലേ നിങ്ങളുടെ അംബീഷൻ അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ഡൈനാമിക് ട്രേറ്റ് വേണമെങ്കിൽ എബിലിറ്റി ട്രേറ്റിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും പ്രശ്നമായി, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആണ്, വീണ്ടും മിക്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് കെറ്റലെത്തി. അപ്പൊ ആദ്യം പറഞ്ഞ കോമൺ ട്രേറ്റ്സ് ആൻഡ് യൂണിക് ട്രേറ്റ്സ് ഫെയിലായി, എബിലിറ്റി ട്രേറ്റ്സ്, ടെമ്പറമെന്റ് ട്രേറ്റ്സ് ആൻഡ് ഡൈനാമിക് ട്രേറ്റ്സ് ഫെയിലായി. പിന്നെയാണ് സോഴ്സ് ട്രേറ്റ്സ് ആൻഡ് സർഫസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കെറ്റിലെത്തുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഫാക്ടർ അനാലിസിസ് വെച്ചിട്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് എത്തിപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ. സോ സോഴ്സ് ട്രേറ്റ്സ് ആൻഡ് സർഫസ് ട്രേറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ നമ്മൾ നേരത്തെ ഫാക്ടർ അനാലിസിസിന് യൂസ് ചെയ്ത അതേ 3 ട്രേറ്റ്സ് ആണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്: എക്സ്ട്രോവേർട്ട്, അഗ്രഷൻ ആൻഡ് ഓപ്പൺനെസ്. ഓക്കെ, സോ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു കെറ്റലിന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ സോഴ്സ് ട്രേറ്റ്. ഓക്കെ, അതൊരു സോഴ്സ് ട്രേറ്റ് ആണ്. ഈ സർഫസ് ട്രേറ്റ്സ് അപ്പൊ എന്ത് വരും? എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന സോഴ്സ് ട്രേറ്റിന്റെ കീഴിൽ വരുന്നതാണ് ടോക്കേറ്റീവ്, എനർജറ്റിക്, ഫ്രണ്ട്ലി, ഔട്ട് ഗോയിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അഗ്രഷൻ എന്ന് പറയുന്നത് കെറ്റലിന്റെ അഭിപ്രായത്തിൽ ഒരു സോഴ്സ് ട്രേറ്റ് ആണ്. അതിന്റെ കീഴിൽ വരുന്നതാണ് സർഫസ് ട്രേറ്റ്സ് ആയിട്ടുള്ള ഹോട്ട് ഹെഡഡ്, ഡോമിനന്റ്, വയലൻസ്, ആങ്കർ പ്രോൺ ബിഹേവിയർ ഒക്കെ. ഓപ്പൺനെസ് എന്ന് പറയുന്നത് കെറ്റലിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു സോഴ്സ് ട്രേറ്റ് ആണ്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്യൂരിയസ്, ഇമാജിനേറ്റീവ്, അഡ്വഞ്ചറസ്, ക്രിയേറ്റീവ് എന്ന് പറയുന്ന സർഫസ് ട്രേറ്റുകൾ. അപ്പൊ സർഫസ് ട്രേറ്റ് എന്താണ്? സോഴ്സ് ട്രേറ്റ് എന്താണ്? സർഫസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ surface traits are personality characteristics that correlate with one another but do not constitute a factor. ഈ correlate with ഈ ഡെഫിനിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അധികം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫാക്ടർ അനാലിസിസ് ചെയ്തു വരുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഓക്കെ, അപ്പോ ഈ സർഫസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, എനർജറ്റിക്, ടോക്കേറ്റീവ് തുടങ്ങി നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ മീനിങ് വരുന്ന കുറെ വാക്കുകൾ ഉണ്ടാവും പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വാക്കുകളെയാണ് അദ്ദേഹം സർഫസ് ട്രേറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഉദാഹരണ സഹിതം പഠിക്കാം. ഓക്കെ, സോഴ്സ് ട്രേറ്റ്സ് എന്താ? സ്റ്റേബിൾ ആൻഡ് പെർമനന്റ് ട്രേറ്റ്സ് ദാറ്റ് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി, എക്സ്ട്രോവേർട്ട് പോലെ, ഡിറൈവ്ഡ് ബൈ ദ മെത്തേഡ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ സർഫസ് ട്രേറ്റ്സ് എല്ലാം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ട്രേറ്റിലേക്ക് കൊടുക്കാമെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ചെയ്യുന്ന ട്രേറ്റ്സിനെയാണ് അദ്ദേഹം വിളിച്ചത് സോഴ്സ് ട്രേറ്റ്സ് എന്ന്. സോ ബേസിക്കലി എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് അതിനെ വിളിക്കുക. ഈ ഒരു എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന സോഴ്സ് ട്രേറ്റിന്റെ എന്താ പറയാ പ്രകടനമാണ് ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, എനർജറ്റിക്, ടോക്കേറ്റീവ് തുടങ്ങിയ സർഫസ് ട്രേറ്റ്. അതിന്റെ പ്രത്യേകതകളാണ് ഈ സർഫസ് ട്രേറ്റുകൾ. അപ്പൊ ശരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സ് ട്രേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് സർഫസ് ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സോഴ്സ് ട്രേറ്റ്സ് ആൻഡ് സർഫസ് ട്രേറ്റ്സ് കൊണ്ട് വരുന്നത്. ഓക്കെ, സോ ഓർക്കുക, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ പെർഫെക്റ്റ് അല്ല, മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷനും പെർഫെക്റ്റ് അല്ല, മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. തേർഡ് ക്ലാസിഫിക്കേഷൻ പക്ക സയന്റിഫിക് അനാലിസിസിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാക്ടർ അനാലിസിസ് ചെയ്ത് കിട്ടുന്ന ട്രേറ്റുകളെ സോഴ്സ് ട്രേറ്റ്സ് എന്നും വിളിച്ചു. ഫാക്ടർ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ട്രേറ്റുകളെ അതിനെ സർഫസ് ട്രേറ്റ് എന്നുള്ള വാക്കുകൊണ്ടും കെറ്റൽ ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ആർക്കെങ്കിലും എങ്ങനെയായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ, ഇങ്ങനെ ചിന്ത വരാൻ സാധ്യതയില്ല എന്നാലും പറയാണ്, എങ്ങനെയായിരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ, ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്ന് ആർക്കെങ്കിലും ഒരു കൗതുകം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കൊടുത്തത്. ഇതാണ് സംഭവം ഫാക്ടർ അനാലിസിസ്. സോഫ്റ്റ്വെയർസിലാണ് നമ്മൾ ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിൽ. പി എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ പേഴ്സണാലിറ്റീനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ സർഫസ് ട്രേറ്റുകളാണ് ഇതെല്ലാം. ക്രിയേറ്റീവ്, ഇമാജിനേറ്റീവ്, ക്യൂരിയസ്, അഡ്വഞ്ചറസ്, എത്ര സർഫസ് ട്രേറ്റ്സ് ആണ് നോക്ക്. അതിനെ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് കോറിലേഷൻ, കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ സോഴ്സ് ട്രേറ്റ്സ് ആക്കി മാറ്റാം. ഇത് സോഴ്സ് ട്രേറ്റ് ആണ്. ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്, പഠിക്കാനൊന്നുമില്ലേ, ചുമ്മാ പറയാണ്. സി എന്ന് പറഞ്ഞാൽ കോൺസിൻഷ്യസ്നെസ്, ഈ എക്സ്ട്രോവേർഷൻ, അങ്ങനെ പറയുന്ന സോഴ്സ് ട്രേറ്റ്സ് ആണ് ഇത്. അപ്പോൾ കുറെ ട്രേറ്റ്സിനെ ഫാക്ടർ അനാലിസിസ് ചെയ്തപ്പോൾ കുറെ സർഫസ് ട്രേറ്റ്സിനെ നമ്മൾ സോഴ്സ് ട്രേറ്റ്സ് ആക്കിയിട്ട് മാറ്റി. ഇതാണ് കെറ്റലിന്റെ തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകത, ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. സോ ഇതാണ് കെറ്റലിന്റെ തിയറിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിലേക്ക് എത്തിച്ചു എന്ന്. ഇതും നിങ്ങൾക്ക് കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് അറിയണം എന്നുള്ളവർക്ക് വേണ്ടി കൊടുത്തതാണ്.
ഈ 16 പേഴ്സണാലിറ്റീസ് ആണ് അദ്ദേഹം അവസാനമായിട്ട് ഡിറൈവ് ചെയ്തെടുത്തത്. 4000-ൽ നിന്ന് 16 ഫാക്ടർ അനാലിസിസ് ചെയ്ത് ഓൾമോസ്റ്റ് 20 വർഷമായിട്ട് എടുത്തു എന്ന് എന്റെ ഓർമ്മ. അങ്ങനെ അത്രത്തോളം വർഷങ്ങളോളം ഫാക്ടർ അനാലിസിസ് ചെയ്തിട്ട് ചുരുക്കിയെടുത്ത 16 ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന 16 ട്രേറ്റ്സ് ആണ് ഇത്. ഇതെന്താണ് ഓരോന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കെറ്റലിന്റെ ട്രേറ്റ്സിൽ വരുന്നത്. ഇനി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചോളൂ. കാറ്റൽസിന്റെ ട്രൈറ്റിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനില് സോഴ്സ് ട്രേറ്റ്സ് പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് കുറെ വാക്കുകൾ എന്റെ മുന്നിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാനാണ് കെറ്റൽ, ഞാൻ ആൽപോർട്ടിന്റെ ഫാക്ടർ അനാലിസിസ്, ആൽപോർട്ടിന്റെ ട്രേറ്റ്സ് എടുത്തിട്ട് ഫാക്ടർ അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. കുറെ വാക്കുകൾ എന്റെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, എനർജറ്റിക്, ടോക്കേറ്റീവ്, ഇതെല്ലാം സിമിലർ മീനിങ് ഉള്ള വാക്കുകളാണ്. ഔട്ട് ഗോയിങ് ആയ ഒരാള് ഫ്രണ്ട്ലി ആവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. എനർജറ്റിക് ആയ ഒരാൾ ടോക്കേറ്റീവ് ആവാനും സാധ്യത ഉണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു അസംഷൻ വെച്ചിട്ട് ഞാൻ ഫാക്ടർ അനാലിസിസ് ചെയ്തപ്പോൾ എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ തന്നെ ഈ പറയുന്ന ചെറിയ ടേംസ് എല്ലാം എനിക്ക് ഉൾപ്പെടുത്താം എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഫാക്ടർ അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ കെറ്റലാണല്ലോ, അപ്പൊ ഞാൻ ഫാക്ടർ അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടർ അനാലിസിസ് ചെയ്ത് കിട്ടിയ ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരൊറ്റ വാക്കില്ലേ, അതിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കെറ്റലിന്റെ അഭിപ്രായത്തിൽ സ്റ്റേബിൾ ആൻഡ് പെർമനന്റ് ട്രേറ്റ്സ്. ഇതാണ് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. ഇതാണ് പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനം. ഓക്കെ, ഈ സോഴ്സ് ട്രേറ്റ്സിന്റെ എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ, അത് ലോകത്തിലേക്ക് കാണിക്കുന്ന രീതി, അതാണ് ഈ സർഫസ് ട്രേറ്റുകൾ. ഇപ്പൊ എക്സ്ട്രോവേർട്ടായ ഒരാള്, എക്സ്ട്രാവേർട്ട് എന്ന് പറഞ്ഞ സോഴ്സ് ട്രേറ്റ് ഉള്ള ഒരാള് ഔട്ട് ഗോയിങ് ആയിട്ട് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാം, ഫ്രണ്ട്ലി ആയിട്ട് പ്രസന്റ് ചെയ്യാം, എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാം, ടോക്കേറ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഫാക്ടർ അനാലിസിസ് ചെയ്ത് കിട്ടുന്ന ട്രേറ്റ്സിനെ അദ്ദേഹം സോഴ്സ് ട്രേറ്റ്സ് എന്ന് വിളിച്ചു. അത് എക്സ്പ്രസ് ആകുന്ന രീതിനെയാണ് അദ്ദേഹം വിളിച്ചത് സർഫസ് ട്രേറ്റ്സ് എന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർഫേസ് ട്രേറ്റ്സ് എന്ന് പറയാം. സർഫേസ് ട്രേറ്റ്സാ? ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കെറ്റലിന്റെ ഫാക്ടർ അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോ ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ചില വാക്കുകൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു വാക്കാക്കി മാറ്റാം, അല്ലെങ്കിൽ ചില ട്രേറ്റ്സുകൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ട്രേറ്റ് ആക്കി മാറ്റാം എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ ഇവിടെ ഈ എക്സാമ്പിളിൽ കാണിച്ചതുപോലെ തന്നെ ഈ 1, 2, 3, 4 ട്രേറ്റ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഒരൊറ്റ ട്രേറ്റ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ കെറ്റൽ വിളിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ട്രേറ്റ്സ് ഇല്ലേ, ഓരോ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്, അതിനെയാണ് അദ്ദേഹം സർഫസ് ട്രേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഗ്രൂപ്പ് ചെയ്തിട്ട് കിട്ടുന്ന വലിയ ട്രേറ്റിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ന്യൂറോട്ടിസിസം എന്നൊരു ട്രേറ്റ് ഉണ്ട്, N എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് കാണിക്കുന്നത്. അത് കെറ്റലിന്റെ അഭിപ്രായത്തിൽ ഒരു സോഴ്സ് ട്രേറ്റ് ആണ്. അതെങ്ങനെയാ ലോകത്തിന് മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂറോട്ടിസിസം ഉള്ള ആൾക്കാരെ എങ്ങനെയായിരിക്കും പെരുമാറുക, അത് സർഫസ് ട്രേറ്റ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആങ്ഷ്യസ് ആയിരിക്കും ന്യൂറോട്ടിസിസ് ഉള്ള ആൾക്കാർ, അവര് സ്ട്രെസ് ഉള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ആങ്ഷ്യസ്നെസ്, സ്ട്രെസ്, നെഗറ്റീവ് ഇമോഷൻസ്, ഇതെല്ലാം അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ന്യൂറോട്ടിസിസം എന്നുള്ളതിന്റെ. അപ്പോ ഈ മാനിഫെസ്റ്റേഷൻസിനെ വിളിച്ച പേരാണ് സർഫസ് ട്രേറ്റ്സ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരും. ഒരു എക്സാമ്പിളും കൂടിയും പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഹിറ്റ്ലറിന്റെ വയലൻസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ട്രേറ്റ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, അതിന്റെ മാനിഫെസ്റ്റേഷൻ, വയലൻസ് ഉള്ള ഒരാൾ പെരുമാറുന്നത് എങ്ങനെയാണോ അതാണ് സർഫസ് ട്രേറ്റ്സ്. ഓക്കെ, ഇതാണ് കെറ്റലിന്റെ ഡെഫിനിഷൻ. അപ്പൊ വയലൻസ് ഉള്ള ഒരാൾ പെരുമാറാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ വരും? വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അഗ്രഷൻ കാണിക്കാം, ഓക്കെ, ഫിസിക്കൽ ഹാം കാണിക്കാം, പിന്നെ ഡോമിനൻസ് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോരോ
വാക്കുകൾ നമുക്ക് വയലൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെ. അപ്പോൾ വയലൻസിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അഗ്രഷൻ, ഫിസിക്കൽ ഹാം, ഡോമിനൻസ്, ഇതെല്ലാം. അപ്പൊ കെറ്റലിന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ അഗ്രഷനും ഫിസിക്കൽ ഹാമും ഡോമിനൻസും എല്ലാം ചേർന്നിട്ട് വയലൻസ് എന്നുള്ളൊരു സോഴ്സ് ട്രേറ്റ് ആയിട്ട് മാറും. ആ വയലൻസ് ലോകത്തിന് മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ സർഫസ് ട്രേറ്റ്സ് ആയ അഗ്രഷൻ, ഫിസിക്കൽ ഹാം, ഡോമിനൻസിലൂടെയൊക്കെയാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഡെഫിനിഷന്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഫാക്ടർ, കോറിലേറ്റ് എന്നുള്ളത് പറയുന്നതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ടേമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചിത്രം കാണിച്ചിട്ട് എനിക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാത്ത ആൾക്കാർ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, റിഗറസ്ലി സയന്റിഫിക് ആയ കെറ്റലിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. ഓക്കെ, അപ്പോ അതാണ് കെറ്റലിന്റെ തിയറിയുടെ അടിസ്ഥാനം. അപ്പോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു തിയറിയും കൂടി ഇന്ന് കവർ ചെയ്യാം. നെക്സ്റ്റ് പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത പേഴ്സ്പെക്റ്റീവിന്റെ പേര് കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്നാണ് അതിനെ വിളിക്കുക. കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവ്. ഓക്കെ, ഈ ഇതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പഠിക്കാനുള്ളത് 4 പേരാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കേർട്ട് ലീവിൻ എന്ന് പറഞ്ഞൊരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കേർട്ട് ലീവിൻ. പിന്നെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി പറഞ്ഞ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത് വിടട്ടെ. ആൽബർട്ട് ബാൻഡുറ എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് ആൽബർട്ട് ബാൻഡുറ. വളരെ അടുത്താണ് ഇയാള് മരണപ്പെട്ടത്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ജൂലിയൻ റോട്ടർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയൊക്കെ വരുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേർട്ട് ലീവിന്റെ തിയറി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ പെർസ്പെക്റ്റീവ് എന്താണെന്ന് പഠിക്കാം. ട്രേറ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് പഠിച്ചതുപോലെ കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു. ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള ആളുകൾ എന്താണ് റിജക്ട് ചെയ്തിരുന്നത്? മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സ്, ഫീലിങ്സ്, ബിലീഫ്സ് ഇതൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായമായിരുന്നല്ലോ സ്കിന്നറിനൊക്കെ ഉണ്ടായിരുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക്കലി പഠിക്കാൻ പറ്റില്ല, അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് റീഇൻഫോഴ്സ്മെന്റിനെയും പണിഷ്മെന്റിനെയും മാത്രം ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി തിയറീസ് ആരുണ്ടാക്കിയെടുത്തത്? നമ്മുടെ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ വരുന്ന തിയറിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവിൽ വരുന്നത്. കൊഗ്നിറ്റീവ് എന്നുള്ള വാക്ക് മോഡേൺ സൈക്കോളജിയിൽ മെന്റൽ പ്രോസസ്സസ് എന്നുള്ള ഒരു വാക്കിന് സമാനമായിട്ടുള്ള അർത്ഥമാണ് വരുന്നത്. മെന്റൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വരും. ചിന്തകള്, വികാരങ്ങള്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ തലയുടെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു, മൈൻഡിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു, അതെല്ലാം ഈ കൊഗ്നിറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് മോഡേൺ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കൊഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. പക്ഷെ നമുക്ക് പേഴ്സണാലിറ്റിയിൽ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഒന്നും പഠിക്കാനില്ല. ഇവിടെ പേഴ്സണാലിറ്റിയോട് ചേർന്നിട്ടുള്ള കൊഗ്നിറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതെന്നും കൂടി ഓർത്തിരിക്കുക. സോ ഇവരുടെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ബിഹേവിയറിസ്റ്റിക് നോഷൻസ് ഇവർ റിജക്ട് ചെയ്തു. റീഇൻഫോഴ്സ്മെന്റിന്റെയും പണിഷ്മെന്റിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ മനസ്സിലുള്ള ചിന്തകള്, അയാളുടെ വിശ്വാസങ്ങള്, അയാളുടെ ആറ്റിറ്റ്യൂഡുകള്, അയാളുടെ വികാരങ്ങള്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുക. സോ മനസ്സ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതിനെയും കൂടിയും പേഴ്സണാലിറ്റിയിലേക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടുവന്ന സൈക്കോളജിസ്റ്റുകളെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ പെടുത്താറുള്ളത്. ഓക്കെ, ഇത് സോഷ്യോ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ സമൂഹത്തിലൂടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ്. അതിലേക്ക് ഒരു സോഷ്യൽ എലമെന്റും കൂടി അവർ എക്സ്ട്രാ ആഡ് ചെയ്തു. മനസ്സും സൊസൈറ്റിയും എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നതാണ് സോഷ്യോ കൊഗ്നിറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന സൈക്കോളജിസ്റ്റുകൾക്ക് ഫീലിങ്സും തോട്ട്സും മെന്റൽ റെപ്രസെന്റേഷനും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബിഹേവിയറിസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. നമ്മൾ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്നൊക്കെ പറയും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഓൾമോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളിലും ഒരു വലിയ ഭൂരിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് അക്കാഡമിക് സൈക്കോളജി, സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോളജി ഫീൽഡിൽ വരുന്ന ആൾക്കാർ കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ പെടുന്നതാണ്. ആൽബർട്ട് ബാൻഡുറ, സ്റ്റീവൻ പിങ്കർ, ചോംസ്കിനൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ.
പലസ്തീൻ വിഷയത്തിലൊക്കെ ഒരുപാട് സംസാരിക്കാറുള്ള ഒരു ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരാളാണ് ചോംസ്കി. ഇവരൊക്കെ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അധികം ആൾക്കാരൊന്നും പഠിക്കാനില്ല. ഫസ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കേർട്ട് ലൂവിന്റെ തിയറിയാണ്. ഓക്കെ, സോ കേർട്ട് ലൂവിൻ ഇതാണ് വ്യക്തി. പുള്ളി ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേർട്ട് ലൂവിൻ. ഇത് കേർട്ട് ലൂവിന്റെ തിയറി കൊഗ്നിറ്റീവിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ ഒരു തിയറിയാണ്. അതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു നടക്കുന്ന ഒരു തിയറിയാണ്. നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ പേടിക്കാനൊന്നുമില്ല, മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷെ അദ്ദേഹം അവതരിപ്പിച്ച രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഇയാളൊരു പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിലല്ല കേട്ടോ അറിയപ്പെടുന്നത്. സോഷ്യൽ സൈക്കോളജിസ്റ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, കമ്പനികൾ, കോർപ്പറേഷനിലൊക്കെ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇതിന്റെയൊക്കെ ഒരു ഫൗണ്ടിങ് ഫാദർ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിന്റെ ഒക്കെ ആശയങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് കേർട്ട് ലൂവിൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കൺസെപ്റ്റ് വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ കേർട്ട് ലൂവിന്റെ ചോദ്യം ആദ്യം അദ്ദേഹത്തിന്റെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി കോമ ഇ. മാത്സ് എടുക്കാന്ന് വിചാരിക്കരുത്, സിമ്പിൾ ആണ്. ബി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി കോമ ഇ എന്നാണ് അദ്ദേഹത്തിന്റെ ഇക്വേഷൻ. അതായത് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ, പെരുമാറുന്ന രീതി. പി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം, സ്വഭാവ ഗുണങ്ങൾ, സവിശേഷതകൾ. ഇ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ്, നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാട്, നിങ്ങളുടെ വീടാകാം, നിങ്ങളുടെ സമൂഹമാകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാകാം, അതെല്ലാം ഉദ്ദേശിക്കുന്ന വേരിയബിൾ ആണ് ഇ. അപ്പൊ കേർട്ട് ലൂവിന്റെ അഭിപ്രായത്തില് ബിഹേവിയർ, ഓരോ വ്യക്തിയും പെരുമാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ സവിശേഷതകൾ, ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളും എൻവയോൺമെന്റ്, ആ വ്യക്തിയുടെ ചുറ്റുപാടും ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ മാറുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് ഈ ട്രേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ട്രേറ്റ്സ് മാത്രം അല്ല, അത് എൻവയോൺമെന്റ്, അത് സ്ഥിതി ചെയ്യുന്ന എൻവയോൺമെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചാലും ഞാൻ പെരുമാറുന്ന രീതിയും, അതേ പേഴ്സണാലിറ്റി ഉള്ള എന്നെ സ്കൂളിൽ കൊണ്ടുവച്ചാൽ ഞാൻ പെരുമാറുന്ന രീതിയും, അതേ പേഴ്സണാലിറ്റി ഉള്ള എന്നെ ഒരു യുദ്ധം നടക്കുന്ന ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഞാൻ പെരുമാറുന്ന രീതിയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ പേഴ്സണാലിറ്റിനെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എൻവയോൺമെന്റും കൂടിയും ചേർക്കണം, അല്ലെങ്കിൽ ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതി പഠിക്കുമ്പോൾ നമ്മൾ എൻവയോൺമെന്റും കൂടിയും ചേർക്കണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഈ ആൽപോർട്ടും കെറ്റലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കേർട്ട് ലൂവിൻ ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അവര് ഈ ട്രേറ്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് കേർട്ട് ലൂവിൻ എത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു 1930s ഈ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഹേവിയർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ലൂയിൻസ് ഇക്വേഷൻ പറയുന്നത്. ഒരു വ്യക്തി പെരുമാറുന്ന രീതി പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ആ വ്യക്തി സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ മതിയാവൂ എന്നുള്ളൊരു അഭിപ്രായം. ഇനി അദ്ദേഹത്തിന്റെ തിയറി ഹെവിലി ഇൻസ്പയർഡ് ഫ്രം ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അതാണ് ഈ ഇക്വേഷൻസ് ഒക്കെ പുള്ളി ഉപയോഗിക്കുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ് തിയറി, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുക എന്നുള്ളൊരു സ്വഭാവശീലം ഫിലോസഫേഴ്സിനൊക്കെ ഉണ്ടല്ലോ. കേർട്ട് ലൂവിൻ ഇത്തിരി ഫിലോസഫി ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നൊക്കെ ഇൻസ്പിറേഷൻ ആയതുകൊണ്ടാണ് ഫീൽഡ് തിയറി എന്ന് വിളിക്കുന്നത്. ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വരുന്നത് ഏതിലാ? ഫിസിക്സിൽ. അതിന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിനെ നമ്മൾ ഫീൽഡ് തിയറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, വേറൊരു പേരും വിളിക്കാറുണ്ട്, ടോപ്പോളജിക്കൽ ആൻഡ് വെക്ടർ സൈക്കോളജി. ഇത് ടോപ്പോളജി മാത്തമാറ്റിക്സിൽ വരുന്നതാണ്, വെക്ടർ ഫിസിക്സിൽ വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹം ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ടോപ്പോളജിക്കൽ ആൻഡ് വെക്ടർ സൈക്കോളജി എന്നും വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫീൽഡ് തിയറി എന്ന് വിളിക്കുന്നത് കേർട്ട് ലൂവിന്റെ തിയറിയാണ്. ടോപ്പോളജിക്കൽ ആൻഡ് വെക്ടർ സൈക്കോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കേർട്ട് ലൂവിന്റെ തിയറിയാണ്. ഇനി ഈ തിയറി എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ചിത്രം കാണിച്ചുതരാം. ഓക്കെ, നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡ്, ഒരു പോസിറ്റീവ് ചാർജും കുറച്ച് ഫിസിക്സ് ആണ്. ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. എന്നെ ആരും പ്രാകരുത്, ഒരു 5 മിനിറ്റ്. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും
ഈ പോസിറ്റീവ് ചാർജിന്റെ നെഗറ്റീവ് ചാർജിന്റെ ഇടയിൽ ഈ ചാർജസ് ഉണ്ടാക്കുന്ന വലയം ഫീൽഡ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കാന്തിക വലയം ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റിക് ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്സിലെ ഫീൽഡ്. ഒരു ചാർജിന്റെ ചുറ്റും ആ ചാർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലമുണ്ട്, ഒരു ഏരിയ ഉണ്ട് ആ ചാർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഫീൽഡ്, ഫിസിക്സിലെ ഫീൽഡ്. കേർട്ട് ലൂവൻ ഇതേ സാധനം എടുത്തിട്ട് പേഴ്സണാലിറ്റിയിലേക്ക് ഇട്ടു. എങ്ങനെ ഇട്ടെ? എന്താ, ഈ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ നിൽക്കുന്ന ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നേരത്തെ ചിത്രത്തിൽ കണ്ട ഈ ഒരു ചാർജ് പോലെയാണ് ഈ ഒരു കുട്ടി. ഓക്കെ, ഈ കുട്ടി നിൽക്കുന്ന ചുറ്റുപാടില് ഈ കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് തരംഗങ്ങളുണ്ട്, ഫീൽഡ്സ് ഉണ്ട്. ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, ഇവരെല്ലാം ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, ഈ കുട്ടിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കുട്ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതല്ല, എൻവയോൺമെന്റിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ആ എൻവയോൺമെന്റിനെ ഉദ്ദേശിക്കാനാണ് അദ്ദേഹം ഫീൽഡ് എന്നുള്ള വാക്ക് അവിടെ കൊടുത്തത്. ഒരു ചാർജ്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒരു കാന്തിക വലയത്തിൽ എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ആകുന്നത്, അതേപോലെയാണ് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഈ കുട്ടി ജീവിക്കുന്ന ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത് വർക്ക് പ്ലേസിലും അപ്ലിക്കബിൾ ആണ്, ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ആ പേഴ്സണാലിറ്റി മാറാൻ കാരണം ആ മറ്റേ ചാർജിലേക്ക് കാന്തിക വലയം വരുന്നത് പോലെ ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഇവരെല്ലാം എന്തൊക്കെയോ ഫോഴ്സസ് കൊടുക്കുന്നുണ്ട്, ഇവരെ ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കേർട്ട് ലൂവിനുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഫീൽഡ് തിയറി എന്ന് വിളിച്ചത്. അല്ലാതെ ഇത് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതോ ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതോ അല്ല, ഒരു അനലജി അത്രേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ തിയറി കൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്റ്റാൾട്ട് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് കേർട്ട് ലൂവിന്റെ ഫീൽഡ് തിയറി വരുന്നത്, ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി. ഓക്കെ, അത് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ഈ ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിന്റെ ഒക്കെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേർട്ട് ലൂവിനും മുന്നേ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ പെർസെപ്ഷൻ, നമ്മള് മെന്റൽ റെപ്രസെന്റേഷൻ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിത്രം വെക്കുന്ന രീതി, ഇതിനൊക്കെ പഠിക്കാൻ ശ്രമിച്ച ഒരു സൈക്കോളജിസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ് കേർട്ട് ലൂവിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റി മാത്രമല്ല, എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്സ് ദ ഫോഴ്സസ് ദാറ്റ് അഫക്റ്റ് ഇറ്റ്. നേരത്തെ കണ്ട ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സസ്, ആ കുട്ടിയുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ ചേച്ചിയോ അനിയനോ മുത്തച്ഛനോ മുത്തച്ഛിയോ ഒക്കെ ആ കുട്ടിയുടെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാം? സ്വഭാവം ഇൻഫ്ലുവൻസ് ചെയ്യാം. സോ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ എടുക്കണം. നമ്മുടെ ചുറ്റുപാടും ഓരോ ചുറ്റുപാടിലുള്ള ആൾക്കാർ ചെലുത്തുന്ന ഇൻഫ്ലുവൻസും നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കേർട്ട് ലൂവിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അവരുടെ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതെന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് ഇൻസ്പിറേഷൻ. ഇനി അപ്പൊ ഫീൽഡ് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു കാന്തിക വലയത്തിൽ ഒരു ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കപ്പെടും, ഇൻഫ്ലുവൻസ് ആക്കപ്പെടും. അതേപോലെ തന്നെയാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും, ചുറ്റുള്ള ആൾക്കാരെല്ലാം അവരെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്വാധീനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് തിയറി എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോ ഈ ഒരു കാന്തിക വലയത്തെ നമ്മൾ ഫിസിക്സിൽ ഫീൽഡ് എന്ന് വിളിക്കും അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഫിസിക്സിൽ വിളിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള സാഹചര്യത്തെ വിളിച്ച പേരാണ് ലൈഫ് സ്പേസ്. ഓക്കെ, ലൈഫ് സ്പേസ് എന്നുള്ള ടേം കൊണ്ടാണ് ഉദ്ദേശിച്ചത്. ഇത് എൻവയോൺമെന്റ് മാത്രമല്ല കേട്ടോ, ഇതൊരു കൊഗ്നിറ്റീവ് തിയറി ആയി മാറുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് സ്പേസിൽ എന്തൊക്കെ ഉണ്ടാവും? ആ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്തകള്, വിശ്വാസങ്ങള്, കാഴ്ചപ്പാടുകള്, ഇന്റേണൽ എൻവയോൺമെന്റ്സ് എല്ലാം ലൈഫ് സ്പേസിൽ പെടും. ഓക്കെ, ആ കുട്ടിയുടെ റിലീജിയസ് ബിലീഫ്സ് ഉണ്ടാവില്ലോ, ആ കുട്ടിക്ക് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ, ആ കുട്ടിക്ക് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ലൈഫ് സ്പേസിൽ പെടും. പ്ലസ് ഈ അച്ഛനമ്മ, ചേട്ടൻ ചേച്ചി, അങ്ങനെ ചുറ്റുള്ള ആൾക്കാർ. അപ്പൊ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഫുള്ള് വരുന്നുണ്ട്, എൻവയോൺമെന്റും വരുന്നുണ്ട്. വീണ്ടും ആ ഇക്വേഷന്റെ തന്നെ റിപ്പീറ്റേഷൻ. ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള ആൾക്കാർ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ കുട്ടിയുടെ മനസ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോ ഈ ഒരു
രണ്ടും ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ ഇതൊരു കോഗ്നിറ്റീവ് അപ്രോച്ച് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യോ കോഗ്നിറ്റീവ് അപ്രോച്ചാണ്. ആ കുട്ടിയുടെ വിശ്വാസങ്ങൾ, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേസമയം ആ കുട്ടിയുടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് ആ കുട്ടി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ അപ്രോച്ച്, സോഷ്യോ കോഗ്നിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇനി ഈ 3 ടേംസ് ഈ തിയറിയിൽ വരുന്നുള്ളൂ, വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് അല്ല. അതിനുശേഷം അദ്ദേഹം ഈ ഒരു ഫീൽഡ് തിയറി വെച്ചിട്ട് സോഷ്യൽ സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജിയിലൊക്കെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് ചെയ്തത്. ഈ ഒരു 3 ടേംസ് മാത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. കേർട്ട് ലൂയിന്റെ ഫീൽഡ് തിയറി പ്രകാരം എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാകും, സ്വാഭാവികം. കെറ്റൽ പറഞ്ഞ അതേ സാധനം തന്നെ. സംതിങ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു അച്ചീവ്. എല്ലാവർക്കും അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകും. അപ്പൊ അതാണ് ഈ ഗോൾ എന്നുള്ള കൺസെപ്റ്റ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗോളിലേക്ക് എത്താൻ ആ കുട്ടിയെ സഹായിക്കുന്ന ഫോഴ്സസിനെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗോളിലേക്ക് എത്താൻ ആ കുട്ടിയെ സഹായിക്കുന്ന എന്തൊക്കെ ആ ലൈഫ് സ്പേസിലുണ്ടോ അതിനെല്ലാം നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗോളിലേക്ക് ആ കുട്ടിയെ എത്താൻ സഹായിക്കാത്ത അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗോളിലേക്ക് നമ്മളെ എത്തിക്കാതെ തടസ്സം നിൽക്കുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. ഒരു ഉദാഹരണ സഹിതം നമ്മൾ നോക്കാം. ആ ചിത്രത്തിൽ കണ്ട കുട്ടി തന്നെയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ മെയിൻ ക്യാരക്ടറിന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു സിനിമ കാണണം എന്നുള്ളതാണ്. തിയേറ്ററിൽ പോയിട്ട് പുള്ളിയുടെ ഫേവറേറ്റ് ആരാ? വിജയുടെ ഒരു സിനിമ കാണണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഗോള്. ഓക്കെ, ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോള്. ഇതിലേക്ക് ആ കുട്ടിയെ എത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞ ഇന്റേണൽ എൻവയോൺമെന്റ്. ആ കുട്ടിക്ക് ഇമോഷണലി വിജയിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്, ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചേട്ടനോ അനിയനോ വിജയിന്റെ വലിയ ഫാൻ ആയിരിക്കും. എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള ആളുകൾ വിജയുടെ വലിയ ഫാൻ ആയിരിക്കും. അപ്പൊ അവര് പറയുന്നുണ്ട് നമുക്ക് സിനിമയ്ക്ക് പോകാം. ഇതും ആ കുട്ടീനെ ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ്. സോ ആ ചേട്ടനോ അനിയനോ ഒക്കെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഇതെല്ലാം ആ സിനിമയിലേക്ക് എത്താൻ ആ കുട്ടിയെ സഹായിക്കുന്ന സാധനങ്ങളാണ്. സോ ഇതാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. ഇനി റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് സിനിമയ്ക്ക് പോകണ്ട എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആണെന്ന് വിചാരിക്കാം. അച്ഛൻ പറയാണ് നീ ഇത്രയും ചെറിയ കുട്ടിയാകുമ്പോൾ സിനിമ ഒന്നും കണ്ട് നടക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ ഗോളിലേക്ക് എത്താതെ, ആ ലൈഫ് സ്പേസിൽ ആ ഗോളിലേക്ക് എത്താതെ ആ കുട്ടിയെ തടഞ്ഞു വെക്കുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ അപ്പൂപ്പനാണ് പറഞ്ഞതെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, സോ ഒരു ഗോൾ എല്ലാ വ്യക്തിക്കും ഉണ്ടാവും. ആ ഗോള് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും സപ്പോർട്ട് ചെയ്തിട്ട് പുഷ് ചെയ്യുന്നുണ്ടാകും. അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അതേസമയം നമ്മളെ ഗോളിലേക്ക് എത്താൻ തടയുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. കുട്ടിയുടെ എക്സാമ്പിളിൽ ഗോൾ എന്ന് പറയുന്നത് സിനിമ കാണുകയാണ്. ഗോളിലേക്ക് എത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത് കുട്ടിക്ക് വിജയിനോടുള്ള അതിയായ ഫാനിസം അല്ലെങ്കിൽ ഇമോഷൻസ്, കുട്ടിയുടെ ചേട്ടൻ, അനിയൻ, ഇവരൊക്കെയാണ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കുട്ടിയുടെ പാരന്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റിയും എൻവയോൺമെന്റും മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളായിരുന്നു കേർട്ട് ലൂയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലൂയിന്റെ തിയറിയിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടന്നിട്ട് സെഷൻ എൻഡ് ചെയ്യിപ്പിക്കാം. ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എൻവയോൺമെന്റും ഫീൽഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലും ആണോ? അങ്ങനെയാണോ? അല്ല, ഫീൽഡ് തന്നെയാണ് ലൈഫ് സ്പേസ്. ഫീൽഡിന് അദ്ദേഹം കൊടുത്ത പേരാണ് ലൈഫ് സ്പേസ്. ഓക്കെ, ഈ ലൈഫ് സ്പേസിൽ അല്ലെങ്കിൽ ഫീൽഡിൽ എന്തൊക്കെ വരും? ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പ്ലസ് ആണ്, രണ്ടും വരും. മനസ്സിലായോ? മറ്റൊരു പേരാണോ? അതെ, മറ്റൊരു പേരാണ് ലൈഫ് സ്പേസ്. ഫീൽഡ് അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചാർജസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫീൽഡ് തിയറി എന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ ഫീൽഡിനെ അദ്ദേഹം വിളിച്ചത് ലൈഫ് സ്പേസ് എന്നാണ്. ക്ലിയർ ആയില്ലേ? രണ്ടും ഒന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് ആൻഡ് ലൈഫ് സ്പേസ് ആർ സെയിം. അപ്പൊ ലൈഫ് സ്പേസിൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി വരും, ഇന്റേണൽ എൻവയോൺമെന്റ് വരും, പ്ലസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്? ഇക്വേഷനില്
എഫ് എന്താ സൂചിപ്പിക്കുന്നതെന്ന്? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മള് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് മാത്സിൽ പറയില്ലേ, അതേപോലെ ഉദ്ദേശിച്ചതാണ്. ബിഹേവിയർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഒരു മാത്തമാറ്റിക് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എഫ് ചേർത്തതാ. മനസ്സിലായില്ലേ? അല്ലാതെ പ്രത്യേകിച്ച് ഒന്നിനെയും സൂചിപ്പിക്കുന്നില്ല. പിയും ഇയും മാറുമ്പോൾ ബി മാറും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് എഫ്. ഏറ്റവും ലാസ്റ്റ് സംസാരിച്ചതില്ലേ, ആ ഏറ്റവും ലാസ്റ്റത്തെ ഇതിനകത്ത് ഡ്രൈവിംഗ് ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞല്ലോ. ഇത് ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ട്, പുറത്തുനിന്നും ഉണ്ടാവാം. അതുപോലെ തന്നെ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉള്ളിൽ നിന്നും ഉണ്ടാവാം, പുറത്തുനിന്നും ഉണ്ടാവാം, അല്ലെ? അങ്ങനെയല്ലേ? പുറത്തുനിന്നും ഉണ്ടാവും. അതെ 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 അതെ. ലൈഫ് സ്പേസിൽ ഇന്റേണൽ ആൻഡ് എൻവയോൺമെന്റ് വരുന്നത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഫോഴ്സും റെസിസ്റ്റിംഗ് ഫോഴ്സും രണ്ടും ആവാം. പറയാമോ? അതായത് ലൈഫ് സ്പേസിൽ ഇന്റേണൽ എൻവയോൺമെന്റ്സും എക്സ്റ്റേണൽ എൻവയോൺമെന്റും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിംഗ് ഫോഴ്സ് കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ആവാം. റെസിസ്റ്റിംഗ് ഫോഴ്സും കുട്ടിയുടെ ഉള്ളിലുള്ള തോട്ട്സും ഫീലിങ്സും പുറത്തുള്ള കാര്യങ്ങളും ആവാം. രണ്ടും ആവാം. മനസ്സിലായില്ലേ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്ലൈഡില് പറഞ്ഞോളൂ. കോഗ്നിറ്റീവ് അപ്രോച്ച് പോയിന്റില് അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ വെറും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാത്രമല്ല, കുട്ടിയുടെ ഇന്റേണൽ എൻവയോൺമെന്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന്. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള മനസ്സിന്റെ ഉള്ളിലെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരല്ലേ നമ്മൾ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് വെച്ചിട്ട് പറയുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നാണ് ഈ കോഗ്നിറ്റീവ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് മാത്രം എടുത്തിട്ട് നിർത്തിയോ? ഇല്ല, ഇന്റേണൽ എൻവയോൺമെന്റിന്റെ ഒപ്പം എക്സ്റ്റേണൽ എൻവയോൺമെന്റും കൂടി കൺസിഡർ ചെയ്തു. അപ്പൊ അത് കോഗ്നിറ്റീവ് ആയി ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തത് കൊണ്ട് അതിനെ ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച് എന്നും വിളിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കെല്ലിയുടെ തിയറി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാർഡിനൽ ട്രേറ്റ്സ് ആർ ഏതാണ് വരുന്നത്? ഏത് ട്രേറ്റ്സിനെയാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്? മോസ്റ്റ് ഡോമിനന്റ് ട്രേറ്റ്സ് ഇൻ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി, മോസ്റ്റ് കോമൺ ട്രേറ്റ് ഇൻ എ പോപ്പുലേഷൻ, ടെമ്പററി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അൺകോൺഷ്യസ് മോട്ടിവേഷൻ. ഡോമിനന്റ് ട്രേറ്റ്സ് ഇൻ എ പേഴ്സണാലിറ്റി. അതെ അതെ, നമ്മള് ഗാന്ധിജിയുടെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് ഡോമിനന്റ് ട്രേറ്റ് ഇൻ എ പേഴ്സൺസ് പേഴ്സണാലിറ്റിയാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ചോദ്യം എളുപ്പം കിട്ടുന്നതാണ്. ഇപ്പൊ ചോദിച്ചതൊന്ന് തിരിച്ചു ചോദിച്ചു എന്നുള്ളൂ. അഹിംസ ട്രേറ്റ് ഫോർ ഗാന്ധി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ട്രേറ്റ്? കാർഡിനൽ ട്രേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലൈഫിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കാർഡിനൽ ട്രേറ്റ് വരും. ഓക്കെ, ഇത് യുവർ ക്ലോസ് ഫ്രണ്ട് ഈസ് എ ഫാൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്, ഓൺലി വെരി ഫ്യൂ പീപ്പിൾ ക്ലോസ് ടു ഹെർ നോ അബൌട്ട് ദിസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ട്രേറ്റ്? സെക്കൻഡറി ട്രേറ്റ്. വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും മാത്രം അറിയുന്ന ട്രേറ്റ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ് എന്ന് വിളിച്ചത്. ഹൗ മെനി സോഴ്സ് ട്രേറ്റ്സ് ഡിഡ് കെറ്റൽ ഐഡന്റിഫൈ? 16 PF എന്നാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റിന്റെ പേര്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും 16 സോഴ്സ് ട്രേറ്റ്സ് ആണ് എന്നുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഴ്സ് ട്രേറ്റ് ആൻഡ് സർഫസ് ട്രേറ്റ്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? യെസ്, സോഴ്സ് ട്രേറ്റ്സ് ആർ അണ്ടർലൈങ് ഡയമെൻഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് സർഫസ് ട്രേറ്റ്സ്. കാരണം എന്താണ്? സർഫസ് ട്രേറ്റ്സ് ആർ മോർ ഫണ്ടമെന്റൽ ദാൻ സോഴ്സ് ട്രേറ്റ്സ്. തെറ്റാണ്, തിരിച്ചാണ് വരിക. സോഴ്സ് ട്രേറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ എന്ന് വിളിച്ചത്, അല്ലെ? സെക്കൻഡ്, സോഴ്സ് ട്രേറ്റ്സ് ആർ മോർ ഒബ്സർവബിൾ ദാൻ സർഫസ് ട്രേറ്റ്സ്. തെറ്റാണ്. നമ്മൾ പറഞ്ഞു സോഴ്സ് ട്രേറ്റ്സിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് സർഫസ് ട്രേറ്റ്. അപ്പൊ അധികം ഒബ്സർവ് ചെയ്യുക നമ്മൾ സർഫസ് ട്രേറ്റ്സ് ആയിരിക്കും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്ക്, സർഫസ് ട്രേറ്റ്സ് ആർ ഇന്നേറ്റ്, സോഴ്സ് ട്രേറ്റ്സ് ആർ ലേൺഡ്. അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബാക്കിയുള്ളത് സോഴ്സ് ട്രേറ്റ്സ് ആണ് അണ്ടർലൈൻ ഡയമെൻഷൻ. അതാണ് സർഫസ് ട്രേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് സഹായിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഉത്തരം. ഓക്കെ, ഇനി ഹൗ ഡസ് കെറ്റൽസ് തിയറി ഡിഫർ ഫ്രം അതർ പേഴ്സണാലിറ്റി തിയറീസ്?
കെറ്റലിന്റെ തിയറി മറ്റു പേഴ്സണാലിറ്റി തിയറിയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസമാകുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത്? സി. യെസ്, കാരണം അൺകോൺഷ്യസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല, അപ്പൊ അത് കട്ട് ചെയ്യാം. പേഴ്സണാലിറ്റി ടൈപ്സ് റാദർ ദാൻ ട്രേറ്റ്സ് അല്ല, ട്രേറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ടൈപ്പ് തിയറികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ബി അല്ല. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ ഡി അല്ല. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു മെഷർ പേഴ്സണാലിറ്റി, യെസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഫാക്ടർ അനാലിസിസ്, നമ്പേഴ്സ് ആക്കി മാറ്റിയിട്ട് സോഴ്സ് ട്രേറ്റ്സും സർഫസ് ട്രേറ്റ്സും കണ്ടെത്തുക അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിച്ച ആൾ എന്ന നിലയിലാണ് കെറ്റലിന്റെ തിയറി ഡിഫറെന്റ് ആവുന്നത്. കേർട്ട് ലൂയിൻസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ആരുടെ, ഏത് സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ തിയറിയുടെ? ഞാൻ പറഞ്ഞിരുന്നു, കോഗ്നിറ്റീവ് സൈക്കോളജി തുടക്കക്കാര് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിന്റെ തിയറിയാണ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തത്. ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ് കറക്റ്റ് ഉത്തരം വരിക. സോ അത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.